ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നപ്പാ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ. യേശുവേ അപ്പാ, ഇന്ന് ഞങ്ങൾ അപ്പയുടെ സന്നിധിയിൽ വരുന്നു അപ്പാ. ഞങ്ങളോട് സംസാരിക്കണേ അപ്പാ. പൂർണ്ണ ഹൃദയത്തോടെ അപ്പാ അങ്ങേ ആരാധിക്കുക, പൂർണ്ണ മനസ്സോടെ ഞങ്ങളുടെ ശരീരങ്ങളാൽ അപ്പാ അങ്ങേക്ക് പൂർണ്ണ മഹത്വം തരാനപ്പാ ഞങ്ങളെ സഹായിക്കണേ അപ്പാ. സ്തുതിക്ക് യോഗ്യനെ, പുകഴ്ചയ്ക്ക് യോഗ്യനെ, ബഹുമാനത്തിന് യോഗ്യനെ അപ്പാ പരിശുദ്ധനെ. അങ്ങേ ആരാധിക്കാൻ മാത്രം ഞങ്ങൾ ഇന്ന് വരുന്നു അപ്പാ. ഞങ്ങളുടെ കണ്ണുകളപ്പാ അങ്ങയിൽ ഫിക്സ് ചെയ്യുന്നു അപ്പാ. We give ourselves into your hands, Lord. ഞങ്ങളുടെ കോൺസെൻട്രേഷൻ വേറെ എങ്ങും പോവാതപ്പാ അങ്ങിൽ മാത്രം നോക്കിയപ്പാ, മുഖം നോക്കിയപ്പാ അങ്ങേ ആരാധിക്കുവാനപ്പാ ഞങ്ങളെ സഹായിക്കണേപ്പാ. വേറൊരു ഡിസ്ട്രാക്ഷൻ ഇടയ്ക്ക് വരില്ല അപ്പാ. ഇന്ന് അങ്ങയുടെ കയ്യിൽ പ്രാപിച്ചിട്ടല്ലാതെ ഞങ്ങൾക്ക് മടങ്ങിപ്പോവാൻ ഇടവരില്ല അപ്പാ. Worship you, Jesus. ആരാധിക്കുന്നപ്പാ യേശുവേ. അപ്പാ ഞങ്ങൾ ഇരിക്കുന്നത് മാർക്കിടാനോ ജഡ്ജ് ചെയ്യാനൊന്നുമല്ല അപ്പാ. അങ്ങയുടെ ശബ്ദം മാത്രം കേൾക്കുവാൻ, അങ്ങയുടെ മൃദുസ്വരം മാത്രം ഒന്ന് കേൾക്കുവാൻ അപ്പാ. മുറിക്കേണ്ട അടുത്ത് ഞങ്ങളെ മുറിക്കണേ അപ്പാ. എൻകറേജിംഗ് അടുത്ത് ഞങ്ങളെ എൻകറേജ് ചെയ്യണേ അപ്പാ. അങ്ങ് ചെയ്യാൻ പോകുന്നതിനെ നന്ദി അപ്പാ.
അവനില്ല. ആർക്കുമേ അനുഭവമുള്ള ഹൃദയത്തിൽ നിന്ന് പാടിയാട്ടെ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ അവനില്ല. ആർക്കുമേ എന്റെ കുടുംബത്തിനോ കൂട്ടുകാർക്കോ അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ അവനില്ല. ആർക്കുമേ ഞാൻ വീണപ്പോഴോ അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ അവനില്ല. ആർക്കുമേ സ്നേഹമേ സ്നേഹമേ പ്രേമമേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഓ സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. നിനക്ക് മാത്രം യേശുവേ ആരാധന 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 അങ്ങേ ആരാധന. ഓ ആരാധന ആരാധന രാജാവേ അങ്ങേക്കാരാ. എന്റെ യേശുവിന് മാത്രം ആരാധന 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 അങ്ങേ. ഞങ്ങളെ ആരാധിക്കുന്ന അപ്പനെ ആരാധന 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 അങ്ങേ ആരാധന. ഓ ആരാധന ഞങ്ങളുടെ ശരീരങ്ങളാ ആരാധന ഞങ്ങളുടെ ബുദ്ധിയാ ആരാധന പൂർണ്ണ ശരീരത്തോടെ ആരാധന പൂർണ്ണ മനസ്സോടെ ആരാധന. നിനക്ക് മാത്രം ആരാധന നിനക്ക് ആരാധന. അപ്പ ഞങ്ങളെ ആരാധിക്കുന്നു അപ്പ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നപ്പ. പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ സ്നേഹിക്കുന്നപ്പ. ഞങ്ങളുടെ ഹൃദയത്തിന് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നപ്പ. ഞങ്ങളുടെ പാപങ്ങൾ പോർക്കണയപ്പ. ഞങ്ങളെ മുറ്റും കഴുകി ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളുടെ ശുദ്ധ രക്തത്താലപ്പ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ അപ്പ. ഞങ്ങളുടെ ആരാധന ഞങ്ങൾക്ക് പ്രസാദമാവട്ടപ്പ. ലോകത്തിൽ വേറെ എന്തിനേക്കാളും
പാടാൻ പറ്റും. എന്റെ കുടുംബത്തിന്, എന്റെ കൂട്ടുകാരെ, എന്റെ വീടോ എന്റെ ധനമോ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും
കാതുകളും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നെ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും എന്നപ്പനെ ഞാൻ ക്ഷീണിതൻ ആകുമ്പോ എന്നെ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും എന്നപ്പനെ വീഴുമ്പോ ആകുമ്പോ എന്നെ തോളതിൽ വഹിച്ച് ലാളിച്ച് എന്നെ നടത്തും അപ്പനെ അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കലിടവല്ലപ്പ യേശുവേ ജീവിതത്തിൽ എന്തു വന്നാലും അപ്പ നിങ്ങളുടെ ഭയത്തെ കൂടുതലും അപ്പ ഇനി ഞങ്ങൾ ഞങ്ങളുടെ സന്നിധി വരുമ്പോ അപ്പ ഞങ്ങളുടെ ഭയമെല്ലാം മാറിയപ്പ അങ്ങിലൊന്നും മുങ്ങുവാനപ്പ പൂർണ്ണമായി ഞങ്ങളുടെ ശരീരത്താൽ ഞങ്ങളുടെ ബുദ്ധിയാലപ്പ ഞങ്ങളുടെ മനസ്സോട് അങ്ങനൊന്ന് മുങ്ങുവാൻ പരിശുദ്ധാത്മാവേ അങ്ങനെ സാന്നിധ്യത്തിലൊന്ന് മുങ്ങുവാനപ്പ ഇന്ന് ഞങ്ങൾ അങ്ങനെ വചനത്തിൽ നിന്ന് കേൾക്കാൻ പോവപ്പ ഞങ്ങളുടെ ഹൃദയത്തോടെ ഇടപെടണേപ്പ ഞങ്ങൾക്ക് വേണ്ടിയതപ്പ നിങ്ങളോട് സംസാരിക്കണപ്പ വചനത്താൽ ഞങ്ങളെ മുറിക്കേണ്ടടുത്ത് മുറിക്കണപ്പ ശക്തീകരിക്കുന്നിടത്ത് ശക്തീകരിക്കണേപ്പ ഞങ്ങളുടെ ശബ്ദത്താൽ ഞങ്ങളെ നയിക്കണേപ്പ ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ലപ്പ അങ്ങനെ ഇഷ്ടങ്ങളാൽ മാത്രമപ്പ ഞങ്ങൾ മുറ്റും സമർപ്പിക്കുന്നപ്പ. We give ourselves into your hands, Jesus. Build us, mold us, Lord. ഇന്ന് ഞങ്ങൾ വെറും കൈയ്യായിട്ട് തിരിച്ചു വിടല്ലേ അപ്പ. വെറും കൈയ്യായിട്ട് തിരിച്ചു വിടല്ലേ അപ്പ. അവിടെ സംസാരിക്കണം യേശുവപ്പ. നന്ദി അപ്പ, നന്ദി അപ്പ. In Jesus' name I pray.
Amen. Hallelujah. Praise the Lord. കർത്താവിൽ പ്രിയ ദേവൃത്യൻ വിജയ് ഫിലിപ്പിനും കുടുംബത്തിനും നീരുറവ എന്ന ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കൂടെ ആരാധിക്കുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന എല്ലാ ദേവൃത്യന്മാർക്കും കർത്താവിൻ്റെ മക്കൾക്കും വിശേഷാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവകൃപയിൽ അമർന്നിരിക്കുന്ന നിങ്ങളോടുള്ള എൻ്റെ സ്നേഹ വന്ദനവും മനഃപൂർവമായ നന്ദിയും അറിയിക്കുന്നു. പാസ്റ്റർ വിജയ് ഫിലിപ്പ് കർത്താവിൻ്റെ ദാസൻ കോഴഞ്ചേരിയിൽ തന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ കോഴഞ്ചേരി കോളേജിലും മറ്റും പഠിക്കുന്ന കാലത്ത് ഈ ദൈവത്തിന്റെ കൂടെ, ദൈവമകന്റെ കൂടെ അനേക പ്രാവശ്യം ഒരുമിച്ച് ദൈവിക കൂട്ടായ്മകൾ ആചരിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ബിജി, സുനിൽ, ബിനിൽ, അങ്ങനെ ചില സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിന്റെ പഠനത്തിനു വേണ്ടി താല്പര്യം കാണിക്കുകയും ഒരു യൂത്ത് മൂവ്മെന്റായി അവിടെ കലാലയത്തിലും പോകുന്നിടത്തെല്ലാം ഒരു ഫയർ ബ്രാൻഡായി നിന്നിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നു. ഏർലി 2000s, 2000ങ്ങളുടെ ആദ്യകാലങ്ങളിൽ അതെനിക്കും എൻ്റെ കുടുംബത്തിനും, ഞാനായിരുന്ന സഭയ്ക്കുമൊക്കെ ഒരു നീരുറവയായി അത് തീർന്നതും ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് നീരുറവ പേജിനെ പറ്റി വലിയ ധാരണ ആദ്യമില്ലായിരുന്നു. എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ അതുമായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ചില അധ്യാപകർ, സണ്ണി പി, സാമുവൽ, ദൈവത്തിനെ പോലെയുള്ള ചില അധ്യാപകന്മാർ അവിടെ ശുശ്രൂഷിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ പഠിപ്പിച്ച ചില കുഞ്ഞുങ്ങൾ, ഷാൻ മാത്യുവിനെ പോലുള്ള ചില കുഞ്ഞുങ്ങൾ അവിടെ ശുശ്രൂഷിക്കുന്നതായിട്ട് കണ്ടു. വളരെ സന്തോഷം തോന്നുന്നു. ദൈവം മരുഭൂമിയിൽ ഒരു ഒയാസിസ് പോലെ, ഒരു പച്ച പോലെ, മരുഭൂമിയിൽ അല്ല ഒരു നീരുറവ പോലെ ഈ കാലങ്ങളിൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ദൈവം ഉപയോഗിക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. മരുഭൂമിയിൽ ചൂടുറവ കണ്ടെത്തിയ ഒരു പുരുഷനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കേരളക്കരയിൽ വളരെ പ്രസിദ്ധമായി ഉപയോഗിക്കുന്ന ഒരു മൃഗത്തിൻ്റെ പേരാണത്. അതിൻ്റെ ഉത്തരം ദയവായിട്ട് പിന്നീട് നിങ്ങൾ ഈ പേജിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ ഒരു സന്തോഷമായിരിക്കും. ഒരു ചോദ്യമായിട്ട് അത് കിടക്കട്ടെ. പാസ്റ്റർ വിജയ് ഫിലിപ്പിൻ്റെ വൈഫ്, തൻ്റെ കുഞ്ഞുങ്ങള്, തൻ്റെ ബ്രദർ അജി, തൻ്റെ പപ്പ, തൻ്റെ മമ്മി, വൈഫിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം ലഭ്യമായതിനാലും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ശുശ്രൂഷയ്ക്ക് പ്രാരംഭ നിമിഷങ്ങളിൽ കർത്താവിൽ നമ്മളെ ഒരുമിച്ച് ആരാധനയിലേക്ക് നയിച്ചത് നമ്മുടെ പാസ്റ്റർ ജോർജ്, യുഎയിലുള്ള ചെച്ചങ്കോടിലെ പാസ്റ്ററായിരിക്കുന്ന ജോർജ് പാസ്റ്ററിൻ്റെ മകൻ ഡേവിസ് ജോർജാണ്. ഡേവിസും ഞങ്ങൾ ഒരുമിച്ച് ചില നാളുകളിലൂടെ UK-യിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ശുശ്രൂഷകളിൽ, ദൈവിക തലങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു അഭിഷേകത്തിനാണ്
കൃതദാസിൻ്റെ ശുശ്രൂഷകൾ ഇപ്പോൾ ഇവിടെ UK-യിലുള്ള ലണ്ടനിലുള്ള പ്രയർ ഗാർഡൻ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വചന ശുശ്രൂഷയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആത്മീയ ശുശ്രൂഷയുമാണല്ലോ തുടർന്നുള്ള നിമിഷങ്ങളിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുതന്നെ ദൈവമായ കർത്താവ് നമുക്ക് നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ക്രിയ ചെയ്യുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ അവരോട് കൂടെ ഇരുന്നു, അവരുടെ കയ്യാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാൻ ഇട വരുത്തി എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത്ഭുതങ്ങൾ നാം ചെയ്യുകയല്ല, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അത്ഭുതകരമായത് ചിലത്, അടയാളകരമായത് ചിലത്, രോഗസൗഖ്യമായത് ചിലത് ഇന്നു പകൽ നമ്മുടെ മേൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഞങ്ങളോട് ചെയ്ത എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തും. അങ്ങയുടെ പദവിടെ ഇരിപ്പാനും അങ്ങയുടെ വചനങ്ങളെ പഠിക്കുവാനും അതിനെ ക്രിയയിൽ കൊണ്ടുവരുവാനും ഒക്കെ ഞങ്ങൾക്ക് നൽകുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തും. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരുണ ഇന്ന് ഈ സമയത്ത് വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥനയെ കേൾക്കുന്നതിനായി നന്ദി. രക്ഷയും മാനസാന്തരവും പാപബോധവും മടങ്ങിവരവും സൗഖ്യവും വിടുതലും ഇന്ന് ഈ സമയത്ത് സംഭവിക്കട്ടെ. പ്രാർത്ഥനയെ കേൾക്കുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് UK-യിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ഡേ ആണ്, ഏറ്റവും ചൂട് കൂടിയ ദിനമാണ്. ഏകദേശം 32-നും 36 ഡിഗ്രിക്കും ഇടയിൽ ഇവിടെ ഇപ്പോൾ ചൂടുണ്ട്. എന്നെ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങൾ അതിലേക്ക് നയിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വചനം സംസാരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ക്രിയയിലേക്ക് കർത്താവ് നയിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് നന്നായിട്ട് വിയർക്കുന്നത് കൊണ്ട് ഞാൻ ടവലൊക്കെ അടിക്കുന്നു, ഉപയോഗിച്ചെന്ന് വരും. അത് നിങ്ങൾക്കൊരു പ്രയാസമാകരുത്. എനിക്ക് വിയർപ്പ് വലിയ പ്രയാസമാണ്. സോ ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു. നമുക്ക് ഒരു വചനത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കാം. അപ്പോസ്തലനായ പൗലോസ്, വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. Can somebody read? 1 Corinthians chapter 6 verse 19. ലൈവിൽ അതൊന്ന് കമന്റ് ചെയ്യാമെങ്കിൽ ആളുകൾക്ക് വായിപ്പാനായിട്ട് അനുഗ്രഹമായി. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടെ വളരെ പരിചിതമായ ഒരു വേദഭാഗം, നമ്മളൊക്കെ കൂടെ 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 വായിക്കുന്ന ഒരു വേദഭാഗം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ഇതിലേതാണ് ദൈവത്തിന്റെ ദാനം എന്നൊരു ചോദ്യം വരാം. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് മഹാദൈവം ദാനമായി തന്നതാണ്. അപ്പോൾ പുത്രനോ, യേശു കർത്താവിനെയും ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. നിത്യജീവനെയും ദൈവം ദാനമായി തന്നതാണ്. ഇവിടെ മറ്റൊരു ദാനം കൂടെ നമുക്ക് വിവക്ഷിക്കാം. നാം ദൈവത്തിന്റെ ദാനമാണ്. നാം ദൈവത്തിന്റെ ദാനമാണ്.
നമ്മുടെ ശരീരം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്. നാം അനുഭവിക്കുന്ന എന്തും ദൈവത്തിന്റെ ദാനമാണ്. ദാനം എന്ന പദം നാം കേൾക്കുമ്പോൾ അത് ഫ്രീ ആയതിനാൽ, വില കൊടുക്കാതെ കിട്ടിയതായതിനാൽ പലപ്പോഴും അത് വിലയില്ലാത്തതാണ് എന്നൊരു ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നുള്ളത് ഞാൻ പറയാം, ദാനം എന്നത് വിലയില്ലാത്തതാണ്. പലപ്പോഴും നമ്മുടെ മനോഭാവം നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നാം വില കൂടിയത് ആർക്കെങ്കിലും ദാനം ചെയ്യാറുണ്ടോ? നാം ഓരോരുത്തർക്കും ദാനം ചെയ്യുമ്പോൾ അവരവർക്ക് കൊടുക്കുന്ന ഒരു വില അനുസരിച്ചുള്ള വസ്തുവാണ് ദാനം ചെയ്യുന്നത്. കൂട്ടുകാർ കൊടുക്കുന്ന ഒരു ദാനം പോലെയല്ല നാം നമ്മുടെ ഏറ്റവും ക്ലോസ് ആയ നമ്മുടെ മകനോ മകൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരു ദാനം കൊടുക്കുന്നത്. ആ റേഞ്ചിന് വെളിയിൽ, ആ ബന്ധത്തിന് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക്, നമ്മുടെ കസിൻ സിസ്റ്ററിനോ ഒരു കസിൻ ബ്രദറിനോ ഒരു ഫാർ ഡിസ്റ്റന്റ് ഫ്രണ്ടിനോ കൊടുക്കുന്ന ഒരു ദാനമല്ല ക്ലോസ് സർക്യൂട്ടുള്ളവർക്ക് കൊടുക്കുന്നത്. ഓരോരുത്തർ കിട്ടിയിരിക്കുന്ന വില അനുസരിച്ചാണ്. എന്തു തന്നെയാകട്ടെ, നാം ആ ആൾക്ക് കൊടുക്കുന്ന ഒരു വിലയ്ക്കൊത്ത ഒരു ദാനമേ കൊടുക്കാറുള്ളൂ. എന്നാൽ ദാനത്തിന് എപ്പോഴും ഒരു വിലയുണ്ട്. ദാനം വിലയില്ലാത്തതല്ല. ശ്രദ്ധിക്കൂ, ദൈവമായ കർത്താവ് നമുക്കായിട്ട് തന്നതെല്ലാം ദാനമാണ്. സ്വർഗം ദാനമാണ്, പരിശുദ്ധാത്മാവ് ദാനമാണ്, യേശു ക്രിസ്തു ദാനമാണ്. പിതാവെന്ന ആ വലിയ സ്ഥാനം നമുക്ക് ദാനമായി പിതാവ് തന്നതാണ്. മകനാകാനുള്ള ഭാഗ്യം ദാനമാണ്. ക്രിസ്തുവിന്റെ സഹോദരൻ ദാനമാണ്. വേദപുസ്തകം, തിരുവെഴുത്തുകൾ നമുക്ക് ദാനമായതിന്റെ വെളിപ്പാടുകൾ നൽകിയിരിക്കുകയാണ്. സകല കൃപയുടെ വരങ്ങളും ദാനമാണ്. സകല ആത്മാവിന്റെ ഫലവും ദാനമാണ്. എന്താണ് ദാനമല്ലാത്തത്? വിശ്വാസം ദാനമാണ്, നീതി ദാനമാണ്, വിശുദ്ധി ദാനമാണ്, സത്യം ദാനമാണ്, എല്ലാം ദാനമാണ്. എന്നാൽ ദാനം വിലയില്ലാത്തതാണ്, വില കുറഞ്ഞതാണ് എന്ന ചിന്തയിലല്ല. 49-ാം സങ്കീർത്തനം അതിൽ 5-ാം വാക്യമാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടത് അവനെ വീണ്ടെടുക്കുവാനോ അവന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാനോ ആർക്കും കഴിയത്തില്ല. അവന്റെ വീണ്ടെടുപ്പിന്റെ വില വിലയേറിയെന്നൊരു വാക്യമുണ്ട്. 49-ാം സങ്കീർത്തനമാണ്. ആ വാക്യം അർത്ഥമാക്കുന്നത് ജീവന്റെ വീണ്ടെടുപ്പ്, നിത്യമായി ജീവിക്കേണ്ടതിനുള്ള വില നൽകാൻ ആർക്കും കഴിയത്തില്ല. കാരണം നൽകുവാൻ കഴിയുന്നതിനേക്കാൾ വിലയേറിയതാണ്. യേശു കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു ഫലം? തന്റെ ആത്മാവിന് വേണ്ടി അവൻ എന്തുമാറും വില കൊടുക്കും. ഒരു മനുഷ്യന് സർവ്വലോകവും വാങ്ങാമെന്നിരിക്കട്ടെ, എങ്കിലും അവന്റെ ആത്മാവിന് വാങ്ങുവാൻ കഴിയത്തില്ല. കാരണം എന്താ? ആ കുഞ്ഞു മനുഷ്യന്റെ കുഞ്ഞാത്മാവിന് ഉള്ള വിലയേറിയ വിലയാണ്. ഒരു മനുഷ്യനും കൊടുക്കുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും കൊടുക്കുവാൻ കഴിയത്തില്ലെന്നല്ല, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 750 കോടി ജനങ്ങൾ ഒരുമിച്ച് സകല സ്വർണവും സകല വെള്ളിയും സകല മുത്തുകളും കൊടുത്താലും ഒരാത്മാവിനെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നിരന്തരമായി ജീവിക്കുക, നിത്യമായി ജീവിക്കുക എന്നുള്ളതായിരുന്നു പുരാതന കാലം മുതലേ മനുഷ്യന്റെ ആഗ്രഹം. ഈജിപ്ഷ്യൻ മമ്മിഫൈ ചെയ്യപ്പെട്ടതിന്റെ കാര്യം അതാണ്. ഫറവോന്മാർ ഭരിക്കുമ്പോൾ അവരുടെ ശവശരീരങ്ങൾ അഴുകാതെ ചീയാതെ എടുത്തു വയ്ക്കപ്പെട്ടതിന്റെ പിന്നിലെ ചേതോകാരം നിത്യമായി ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞില്ല, കഴിയത്തില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവമായ കർത്താവായിട്ട് നമുക്ക് തന്ന സകല ദാനങ്ങളും വില കുറഞ്ഞതായത് കൊണ്ടല്ല ദാനമായി ലഭിച്ചത്, വിലയേറിയതായത് കൊണ്ടാണ്. വില മതിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. മനുഷ്യന് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. യെശയ്യാ 55-ൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവാചകൻ മുഖാന്തരം വിളിച്ചു പറഞ്ഞു, അല്ലയോ ദാഹിക്കുന്നവരുമേ, വില കൊടുക്കുവാൻ കഴിയാത്തവരായവരുമേ, വരുവിൻ, വില കൊടുക്കാതെ വാങ്ങി തിന്നുവിൻ. അപ്പൊ ഇത് പൈസ കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്ന കാര്യമല്ല. ശമരിയ പട്ടണത്തിൽ വലിയ അത്ഭുതം ചെയ്ത ഫിലിപ്പോസിന്റെ അടുക്കൽ പത്രോസും യോഹന്നാനും എത്തുമ്പോൾ അവിടെ ദൈവമെന്ന് നടിച്ചു വന്നിരുന്ന ഒരുവൻ, മഹതി എന്ന് വിളിക്കപ്പെട്ടു വന്നിരുന്ന ഒരുവൻ, ശമരിയ പട്ടണത്തെ മുഴുവനും ഭ്രമിപ്പിച്ചു വന്ന ഒരുവൻ, പത്രോസിന്റെയും യോഹന്നാന്റെ കയ്യാൽ ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന കണ്ടപ്പോൾ
ദ്രവ്യം കൊണ്ടുവന്നു. ഈ ഒരു ദാനം, ഈ ഒരു വരം, ഈ ഒരു വിശേഷണം എനിക്കും ഉണ്ടാകേണ്ടതിന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു. പത്രോസ് പറയുന്നു, നിനക്കെങ്ങനെ അങ്ങനെ തോന്നി, നിന്റെ ദുഷ്ട ഹൃദയത്തിൽ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞ് ശാസിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ വില കൊടുത്താൽ കിട്ടാത്തതാണ് ദൈവം തന്നതല്ല. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. വിഷയത്തിൽ ഞാൻ മാറിയിട്ടില്ല, ദാനത്തിൽ നിൽക്കുകയാണ്. ദൈവത്തിന്റെ ദാനമായ നമ്മുടെ ശരീരമോ നമ്മുടെ ആത്മാവോ നമ്മുടെ പ്രാണനോ ഇനി പരിശുദ്ധാത്മാവോ, ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ അമ്പലമാണ്. പരിശുദ്ധാത്മാവിന്റെ അറബി ഭാഷയെ പറഞ്ഞ മസ്ജിദാണ്. പരിശുദ്ധാത്മാവിന്റെ മക്കയാണ്, മദീനയാണ്. പരിശുദ്ധാത്മാവിന്റെ ക്ഷേത്രമാണ്, ദേവാലയമാണ് നമ്മുടെ ശരീരം. ഇതൊരു പുതിയ അറിവാണോ? ഒരു പുതിയ അറിവാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിശ്വാസികളായ ആത്മീയരായ നമ്മൾ നമ്മുടെ ശരീരത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ, നാം പ്രസംഗിക്കുകയും ആ പ്രസംഗം മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യുമ്പോൾ, പ്രസംഗികൾ അറിഞ്ഞോ പ്രസംഗം കേൾക്കുന്നവർ അറിഞ്ഞോ, പഠിപ്പിക്കുന്നവർ അറിയാതെയോ പഠിക്കുന്നവർ അറിയാതെയോ ഒരു അബദ്ധധാരണ കയറി കൂടാറുണ്ട്. നാം ഒരു ആത്മാവാണ്, നമുക്കൊരു പ്രാണനുണ്ട്, നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു. മുട്ടയുടെ തോടും മുട്ടയുടെ വെള്ളക്കരുവും മഞ്ഞക്കരുവും പോലെയാണ്. മഞ്ഞക്കരുവാണ് നമ്മുടെ ആത്മാവ്, വെള്ളക്കരുവാണ് നമ്മുടെ പ്രാണൻ, മുട്ടത്തോടാണ് നമ്മുടെ ശരീരം. ഇത് കൂടാണ് തോടാണ് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ഞാനും അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ കൂട് വിട്ട് നാം ഒടുവിൽ നാട്ടിലെത്തും എന്ന് ഞാനും പാടിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പാടി വരുമ്പോൾ, അങ്ങനെ പഠിപ്പിച്ചു വരുമ്പോൾ, അങ്ങനെ പ്രസംഗിച്ചു വരുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ചിത്രം നമ്മുടെ ട്രിക്കോണമെട്രിയിലെ അല്ലെങ്കിൽ നമ്മുടെ ട്രിനിറ്റിയിലെ ആത്മാവ്, പ്രാണൻ, ശരീരം എന്ന നമ്മളിലെ ഏറ്റവും നീചമായ, ശോചനീയമായ, മ്ലേച്ഛമായ, വീണ്ടെടുക്കപ്പെടാത്ത ഒരു തലമാണ് ശരീരമെന്നും, അതിനാൽ നമ്മുടെ പാപം വസിക്കുന്നത് ശരീരത്തിലാണെന്നും, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കാത്തതിനാൽ അതിനെ ദണ്ഡിപ്പിച്ച് കീഴടക്കണമെന്നും ഒരു ചിന്ത നമ്മുടെ അകത്ത് വരാറുണ്ട്. അത് ഏകദേശം ഒക്കെ ശരിയുമാണ്. നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക, ശരി എന്ന് പറയുന്നത് 100% ശരിയാണ്. 99.9% ശരിയല്ല. പാപം നമ്മൾ ശരീരം കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ ചെയ്യിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രാണനാണ്. അപ്പോൾ പാപം ശരീരത്തിൽ മാത്രമല്ല വസിക്കുന്നത്, പ്രാണനിലും വസിക്കുന്നു. നമ്മുടെ ശരീരത്തെ മാത്രം നിന്ദിച്ച് ദണ്ഡിപ്പിച്ച് കീഴടക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ പ്രിയരായ ഹൈന്ദവ മുനിശ്രേഷ്ഠന്മാർ ഒക്കെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷെ എവിടെയോ ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടപ്പോൾ, ആരൊക്കെയോ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവരുടെ മുഴുവൻ തപസ്യയെ നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. നമ്മൾ ആ പാത പിന്തുടരരുത്. ശരീരം കൊണ്ട് പാപം ചെയ്താലും ശരീരമല്ല പാപത്തിന്റെ ഉത്ഭവം. വേറെ പല മണ്ഡലങ്ങളുണ്ട്. ഇവിടെ ശരീരത്തെ നീചമായി കാണാതെ ഈ വാക്യം ശ്രദ്ധിക്കൂ. ദൈവത്തിന്റെ ദാനമാകുന്ന വിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നമ്മുടെ ആത്മാവിൽ മാത്രമല്ല, പ്രാണനിൽ മാത്രമല്ല, ശരീരത്തിലാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നു എന്ന് ഞാൻ കൺഫസ് ചെയ്യുമ്പോൾ തന്നെ ദൈവം പറയുന്നു, നിന്റെ കണ്ണാകുന്ന ശരീരത്തിന്റെ അവയവത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ എന്റെ കാതുകൊണ്ട് പാപം കേൾക്കുന്നു എന്ന് നീ പറയുമ്പോൾ തന്നെ നിന്റെ കാതാകുന്ന ശരീരത്തിന്റെ അവയവത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. എന്റെ കൈകൾ കൊണ്ടാണ്, കാലുകൾ കൊണ്ടാണ്, എന്റെ ബാഹ്യ അവയവങ്ങൾ കൊണ്ടാണ് പാപം ചെയ്യുന്നത് നീ പറയുമ്പോൾ തന്നെ ഈ അവയവത്തിൽ പരിശുദ്ധാത്മാവ് ഈ അവയവത്തെ ഒരു മന്ദിരമാക്കി നിറച്ചു വെച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് എന്തിനാ വന്നത്? നിന്റെ ബലഹീനതകളിൽ തുണനിന്ന് നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷവും നീ ആമ്പലിനെ പോലെ താമരയെ പോലെ പൊങ്ങിയും പൊങ്ങിയും ജീവിക്കേണ്ടവനല്ല. അതിനാൽ ഇന്ന് പകൽ നിന്റെ ചിന്താശകലങ്ങളിൽ, ചിന്താധാരയിൽ ഒരു പുതുമ കൊണ്ടുവരൂ, ഒരു യഥാർത്ഥ ദൈവിക ചിന്ത കൊണ്ടുവരൂ. അതെന്താണ്? എന്റെ ശരീരത്തിൽ അഥവാ എന്റെ ജഡത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എനിക്കറിയാം, ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ പലരുടെയും അകത്ത് ക്വസ്റ്റ്യനുകൾ പൊങ്ങുന്നുണ്ട്. നല്ല സംശയങ്ങൾക്കായി സ്തോത്രം. നല്ല സംശയം നിങ്ങളെ ചോദ്യങ്ങളിലേക്കും, ചോദ്യം നിങ്ങളെ സെർച്ചിലേക്കും, കണ്ടുപിടുത്തങ്ങളിലേക്കും, അന്വേഷണങ്ങളിലേക്കും, അന്വേഷണം നിങ്ങളെ ഉത്തരങ്ങളിലേക്കും, ഉത്തരം നിങ്ങളെ
ദൈവത്തിലേക്ക് നയിക്കുന്നെങ്കിൽ ചോദ്യങ്ങൾക്കായി സ്തോത്രം, സംശയങ്ങൾക്കായി സ്തോത്രം. നോക്കൂ, ജഡത്തിലാണ്, ജഡമെന്ന പദത്തിന് രണ്ടർത്ഥമാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന് നമ്മുടെ ഫ്ലഷ്, ശരീരം. രണ്ട് നമ്മുടെ പഴയ മനുഷ്യൻ, പാപം ചെയ്യുന്ന പഴയ മനുഷ്യൻ. ഈ രണ്ടും എടുത്തുകൊള്ളൂ. വേദപുസ്തകം പറയുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും, സകല പ്രാണന്റെ മേലുമല്ല, സകല ആത്മാവിന്റെ മേലുമല്ല, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ വിശുദ്ധാത്മാവിനെ പകരും. ഓ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എന്തിനാ ദൈവം ജഡത്തിന്റെ മേൽ പകർന്നത്? എന്തിനാ കർത്താവ് ശരീരമെന്ന മനുഷ്യന്റെ ആ മണ്ഡലത്തെ അമ്പലമാക്കി, ദേവാലയമാക്കി, ക്ഷേത്രമാക്കി മാറ്റിയത്? എന്താണെന്നറിയാമോ? അവിടെയാണ് പലപ്പോഴും പിശാച് വാഴുന്നതെന്ന് നീ ചിന്തിക്കുന്നു. അതിനാൽ അതിനെ ദേവാലയമാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നോക്കൂ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് കറക്റ്റായിട്ട് വെളിപ്പാട് കിട്ടി. ശരീരം കർത്താവിനുള്ളതത്ര. ഇന്നു മുതൽ എന്നോട് ചേർന്ന് ഇത് കൺഫസ് ചെയ്യൂ. എന്റെ കൈകൾ, എന്റെ കാലുകൾ, എന്റെ കണ്ണുകൾ, എന്റെ കാതുകൾ, എന്റെ ഇന്ദ്രിയങ്ങൾ, എന്റെ ബാഹ്യാവയവങ്ങൾ, എന്റെ ആന്തരിക അവയവങ്ങൾ, എന്റെ അന്തരംഗങ്ങൾ എന്റെ കർത്താവിനുള്ളതത്രേ. I am the body of Christ. I am the church of God. My body's head is Jesus Christ. ക്രിസ്തുവിന്റെ തലയ്ക്ക് താഴെയുള്ള ശരീരമാണതവ. അതൊന്ന് ഇംപ്രിന്റ് ചെയ്യൂ. കർത്താവ് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഹൃദയത്തിന്റെ ഒരു ഭിത്തിയിലല്ല, നമ്മുടെ മനസ്സിന്റെ ഏതോ ഒരു മുറിയിലല്ല. കർത്താവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു. ഇവിടെ ഞാൻ നിങ്ങളുടെ ഇമോഷണൽ മണ്ഡലങ്ങളൊന്നും തൊടാം. പലപ്പോഴും ദൈവാത്മാവ് വരുമ്പോൾ, ബിജി പാസ്റ്ററിനെയൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ കൈയടിച്ച് ആരാധിച്ച് ശക്തിയോടെ ശബ്ദത്തിൽ ആരാധിക്കുന്ന ഒരു അഭിഷിക്തനാണ് ബിജി പാസ്റ്റർ. ചിലപ്പോൾ അങ്ങനെ നമുക്ക് ആരാധിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചില സമയത്ത് നമുക്കറിയാം, ദൈവാത്മാവിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ ഗൂസ് ബംസ് ഉണ്ടാവും, രോമഹർഷം ഉണ്ടാവും. ചില സമയത്ത് ഭയങ്കര ചൂട് നമുക്ക് ഫീൽ ചെയ്യും. ചില സമയത്ത് കുളിര് ഓടിയിടുന്ന തണുപ്പ് അനുഭവപ്പെടും. ചില സമയത്ത് ഒരു കാറ്റ് വന്ന് ചുറ്റി ഓടുന്നത് പോലെ, ഒരു കൊടിയ കാറ്റ് അടിക്കുന്ന പോലെ അനുഭവം ഉണ്ടാവും. ചില സമയത്ത് പിളർക്കപ്പെട്ട നാവുകളുടെ ചൂടിന്റെ അനുഭവം ഉണ്ടാവും. നാം തീയിൽ നിന്ന് ദഹിക്കുന്നത് പോലെ തോന്നും. ചില സമയത്ത് നമ്മുടെ എണ്ണയോ കോരി ഒഴിച്ചിട്ട് എണ്ണ ഒഴുകുന്നത് പോലെ അനുഭവം ഉണ്ടാകും. എണ്ണ പോലെയോ തേൻ പോലെയോ ഒരു കട്ടിയുള്ള ദ്രാവകം ഒഴുകി വരുന്നത് പോലെ, വെള്ളം ഒഴുകി വരുന്നത് പോലെ, ചിലപ്പോൾ സ്വസ്ഥതയുള്ള വെള്ളം പോലെ, നെയ്യാഗര പോലുള്ള കവിഞ്ഞൊഴുകുന്ന വെള്ളം പോലെ ഒക്കെ അനുഭവം ഉണ്ടാകും. ഞാൻ ഈ അനുഭവങ്ങളെ ഒന്നും നിരാകരിക്കുന്നില്ല. ചിലപ്പോൾ പ്രാവിന്റെ തങ്കച്ചിറകടി നമുക്ക് കേൾക്കാം, പടപട പടപട ശബ്ദം കേൾക്കാം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ കേൾക്കാം. ഇത് വേദപുസ്തകവും പറയുന്നു, നമുക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, നീ ദൈവത്തെ വൈകാരികമാകുന്ന അനുഭവങ്ങൾ കൊണ്ടാണോ അറിയുന്നത്? വിശ്വാസം കൊണ്ടാണോ അറിയുന്നത്? വിശ്വാസം കൊണ്ടാണ് അറിയേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര വിശ്വസിക്കുന്നത്. കാണുന്നതിനെ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? കാണാത്തതാണ് നിത്യം, കാണുന്നത് താൽക്കാലികമാണ്. അപ്പോൾ കണ്ണുകൾ കൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും സ്പർശിക്കുന്നതുമായ ഒരു ടാൻജിബിൾ പ്രസൻസ് നിനക്ക് ലഭിക്കാത്ത പക്ഷം ദൈവമില്ലെന്നാണോ? ഇല്ല. യേശു കർത്താവ് കൂടെ പറഞ്ഞു, യേശുവിന്റെ വചനങ്ങളെ വിശ്വസിക്കൂ, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല. യേശു കർത്താവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നത് മാത്രമല്ല, നാം അത് അനുഭവിക്കാതിരിക്കുമ്പോഴും, അത് വിശ്വസിക്കാതിരിക്കുമ്പോഴും, അത് രുചിക്കാതിരിക്കുമ്പോഴും, അത് കാണാതിരിക്കുമ്പോഴും, അത് കേൾക്കാതിരിക്കുമ്പോഴും, ആ സ്പർശനത്തുകൂടി മനസ്സിലാക്കാതിരിക്കുമ്പോഴും യേശു കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്തവനായിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നു? യേശുവിന്റെ വാഗ്ദത്തമാണോ അതോ ഏതോ ഒരാൾ പ്രസംഗിക്കുന്നതാണോ? നമ്മുടെയൊക്കെ ചിന്ത എന്താ? വിശുദ്ധിയുടെ ഉച്ചകോടിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ സെഷനിൽ കർത്താവ് ഭയങ്കര തേജസ്സോടെ നമ്മുടെ അകത്തും, അത് കഴിഞ്ഞ് കർത്താവ് കുറച്ച് ഇറങ്ങിപ്പോകുന്നവനുമായിട്ട്. പ്രത്യേകിച്ച് സൺഡേയിൽ, നിങ്ങളുടെ ഫ്രൈഡേയിലാണല്ലോ വിശുദ്ധ ദിവസം. ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഒക്കെ ആകുമ്പോഴത്തേന് വളരെ കുറഞ്ഞ ഒരു 20% വന്നിട്ട് തേഴ്സ്ഡേ ആകുമ്പോൾ മിക്കവാറും 0 വരും. പിന്നെ ഫ്രൈഡേയിലാണ് പിന്നെ ഒന്ന് ചാർജ് ചെയ്യും. അങ്ങനെയാണ് നിന്റെ അനുഭവമെങ്കിൽ നീ പുതിയ നിയമ ക്രിസ്ത്യാനിയല്ല. പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ദൈവമുണ്ട്. അവൻ അനുഭവിച്ചാലുമുണ്ട്, ഇല്ലെങ്കിലുമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമീൻ പറയാം, വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്.
നിങ്ങൾക്ക് പ്രതികരിക്കാം. ഞാൻ പറയുന്ന വചനമാണ്. ജെയിംസ് കോശി പറയുന്നത് ഏറ്റെടുക്കണ്ട. വേദപുസ്തകമുണ്ടോ എന്ന് തന്നെ പരിശോധിച്ചിട്ട് സ്വീകരിച്ചാൽ മനുഷ്യൻ ആമിനൊക്കെ പറയുന്നത് നല്ലതാണ്. അപ്പോൾ ദൈവം പോകാതിരിക്കാൻ വേണ്ടിയാണ്, ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലോകാവസാനത്തോളം എന്ന പദത്തിന്റെ അർത്ഥം ഈ ലോകം മാറുമെന്നല്ല, ഈ കാലത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും അവൻ നമ്മളോട് കൂടെ ഉണ്ട്. അവൻ നമ്മളെ അനാഥനായി വിടുകയില്ല. യെരമ്യാവ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ ഉള്ളിൽ എന്റെ വചനങ്ങളെ എഴുതിയിട്ട് ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ വെക്കും. ഞാൻ അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രത്യേകത, അവൻ നമ്മുടെ ഉള്ളിൽ, അർത്ഥാൽ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ പ്രാണനിൽ. പക്ഷേ ഇന്നത്തെ എംഫസൈസ് ശരീരത്തിൽ, നമ്മുടെ കൈകളിൽ, നമ്മുടെ കാലുകളിൽ, നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ കാതുകളിൽ, നമ്മുടെ മൂക്കിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ വായിൽ, നമ്മുടെ ത്വക്കിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം, സ്തോത്രം. കേൾക്കാത്തെങ്കിലും കേട്ടെങ്കിൽ, കേൾക്കാത്ത എന്തെങ്കിലും കേട്ടെങ്കിൽ ഞെട്ടരുത്. വേറെ സുഹൃത്തുക്കളെ നോക്കിയിട്ട് ആമീൻ പറഞ്ഞു. അല്പം കൂടെ കേൾക്കാൻ പോവാൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ജോൺ ചാപ്റ്റർ 14:23. പരിശുദ്ധാത്മാവ് ശരീരത്തിലുണ്ട്. അതിപ്പോൾ മനസ്സിലായി. അതൊരിക്കലും വിട്ടുപോകത്തില്ലെന്ന് മനസ്സിലായി. അടുത്തോട് കേട്ടു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അപ്പോസ്തലന്മാരിൽ ഒരുവൻ ചോദിച്ചു, കർത്താവേ, നീ ലോകത്തിനല്ല, ഞങ്ങൾക്ക് തന്നെയാണ് നീ ഞങ്ങളെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് എങ്ങനെ അറിയും? അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, അതിനാൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനെ ഞാനും എന്റെ പിതാവും ഇഷ്ടപ്പെടുന്നു. അവിടെ നിന്ന് ഒറ്റ കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാനുള്ളതാണ് ഏറ്റവും വലിയ ഭാരം. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അത് വളരെ ഈസിയാണെന്നാണ് ചിന്ത. തിരിച്ചാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് ഈസിയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതാണ് പ്രയാസം. ഞാൻ തെളിയിച്ചു തരാം. യേശുവിന്റെ കാലത്ത് പരീശന്മാർ എന്നൊരു സെക്ട് ഉണ്ടായി. ഒത്തിരി പേരുണ്ടായിരുന്നു. സദൂക്യരുണ്ടായിരുന്നു, പരീശന്മാരുണ്ടായിരുന്നു, എരിവുകാരുണ്ടായിരുന്നു, എസിയൻസ് ഉണ്ടായിരുന്നു, സിലോഡ്സ് ഉണ്ടായിരുന്നു, സദൂസീസ് ഉണ്ടായിരുന്നു, പുരോഹിത വർഗം ഉണ്ടായിരുന്നു, ഒത്തിരി വർഗം ഉണ്ടായിരുന്നു, ലവൈറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും തമ്മിൽ അത്ര ഒരു നല്ല ബന്ധമൊന്നും അല്ലായിരുന്നു. പരീശന്മാർ സദൂക്യരുമായി ഡിഫർ ചെയ്യുന്നവരായി, അവർ എരിവുകാരുമായി ഡിഫർ ചെയ്യുന്നവരായി. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ കൂടുതൽ കുറുവയടിമാരെല്ലാം ഉണ്ടായിരുന്നു. യേശു എല്ലാത്തിനെയും ഉണ്ടാവും. അതിൽ പരീശന്മാരുടെ സെക്ട് ഇച്ചിരി കടുപ്പുള്ള സെക്ടാണ്. പരീശനാകണമെങ്കിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം, അതിന്റെ ഓരോ വാക്യം, അതിന്റെ ടോണിൽ, അതിന്റെ കുത്തും കോമയും വിടാതെ, അതിന്റെ ഭാവത്തിൽ, അതിന്റെ ലയത്തിൽ, അതിന്റെ ശ്രുതിയിൽ കാണാതെ പറയണം, എന്നാലേ സെറ്റിലേക്ക് ചേർക്കൂ. ഞാൻ വീണ്ടും പറയുന്നു, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം. ഉൽപ്പത്തിക്ക് എത്ര അധ്യായമുണ്ട്? 50-51 ഉണ്ട് അല്ലേ? പുറപ്പാടിനോ അതിനുണ്ട് 10-40. ലേവ്യക്കോ അത് 10-26 ഉണ്ട്. സംഖ്യ അത് 36 ഉണ്ട്. ആവർത്തനം അത് 34 ഉണ്ട്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം ഏകദേശം 100 അധ്യായങ്ങൾ കാണാതെ പഠിച്ച് അത് പ്രമാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പാരീശ മതത്തിലേക്ക് കയറ്റു, അല്ലെ യഹൂദ മതത്തിലെ പാരീശ സെക്റ്റിലേക്ക് കയറ്റു. അത് മാത്രമാണ്, പരീശന്മാർ ടീച്ചേഴ്സാണ്, ന്യായശാസ്ത്രിമാരാണ് മിക്കവരും. ഈ പരീശൻ സാധാരണ രീതിയിലല്ല വേദപുസ്തകം അനുസരിക്കുന്നത്. വചനം പറയുന്നവർ കടുകിലും ചതുകുപ്പയിലും തുളസിയിലും പദാരം കൊടുക്കും. കടുക് വറക്കാൻ, താളിക്കാൻ. കടുകിടുമ്പോൾ 10 കടുക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ്. 9 വീഴൂ, 10ാമത്തെ എടുത്ത് മാറ്റി വെക്കും. പിന്നെ 9 വീഴൂ, അടുത്ത 10ാമത്തെ എടുത്ത് മാറ്റി വെക്കും. 20 കടുക് വീണാൽ 2 എണ്ണം, 30 കടുക് വീണാൽ 3 എണ്ണം മാറ്റും. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? തുളസി ഇലയിലും ചതുകുപ്പയിലും ദശാംശം കൊടുക്കുന്നവരാണ് അവർ. യേശു ഒരിക്കൽ പറഞ്ഞു, അവരുടെ നീതിയെ കവിഞ്ഞെങ്കിലേ നിങ്ങൾ സ്വർഗരാജ്യത്തിലെത്തുള്ളൂ. ശ്രദ്ധിക്കണമെന്നില്ല കേട്ടോ. അവർക്കൊരു പറ്റുപറ്റി. അവരിങ്ങനെ ചെയ്യുന്നതിനാൽ
ദൈവം അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് എന്താ ചെയ്തെന്നറിയാമോ? ദൈവം പറഞ്ഞത്, നിങ്ങൾ ന്യായപ്രമാണത്തിൽ ചെറുത് അരിച്ചെടുക്കുന്നു, വലുതങ്ങ് വിഴുങ്ങിക്കളയും. ഒട്ടകത്തെ നിങ്ങൾ വിഴുങ്ങുന്നു, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പ്രമാണിക്കും. ന്യായപ്രമാണത്തിലെ ഒട്ടകം എന്തൊക്കെയാ? ന്യായം, കരുണ, ദീർഘക്ഷമ, ദയ, ഇതെല്ലാം ഒന്ന് വിഴുങ്ങിയിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ. യേശു നമ്മളോട് പറഞ്ഞെന്താ അറിയാമോ? അവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുകയും അതിലധികമായി ചെയ്യുക. അതായത് ഉപ്പിലും പഞ്ചസാരയിലും കടുകിലും ചതുവുപ്പയിലും തുളസിയിലും നിങ്ങൾ ദശാംശം കൊടുക്കുകയും ന്യായം, കരുണ, ദീർഘക്ഷമ, നിരപ്പ് എന്നിവയിൽ കവിഞ്ഞു വരികയും ചെയ്താലേ ദൈവരാത്രി കിടക്കത്തുള്ളൂ. ഇപ്പൊ പരീശൻ സാധാരണ പുള്ളിയല്ല. ആ പരീശന്മാരോട് ഒരിക്കൽ യേശു പറഞ്ഞു, പരീശന്മാരോട് സദൂക്യരോടാണ്, എന്തായാലും ന്യായശാസ്ത്രക്കാരോടാണ് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുക. എന്തിനു വേണ്ടിയാ? അതിൽ നിത്യജീവൻ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ 6 എന്റെ വിശ്വാസം. നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു, എല്ലാ ദിവസവും പരിശോധിക്കുന്നു, അതിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. നഥനയോട് യേശു പറഞ്ഞില്ലേ, എടാ പിന്നെ നീ അത്തിയുടെ കീഴിലിരുന്നപ്പോ ഞാൻ കണ്ടത് അത് ചുമ്മാതെ മീൻ പിടിച്ചു കഴിഞ്ഞ് വിശ്രമിക്കാതിരുന്നതല്ല, തിരുവെഴുത്തുകളുമായി പഠിക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ് അത്തിയുടെ കീഴ്. ഇതുപോലെ ഈന്തപ്പനയുടെ കീഴെ ഇരുന്ന് ന്യായപാലനം ചെയ്ത അന്ന് മുതൽ യഹൂദന്റെ ഒരു പാരമ്പര്യം അത്തിയുടെ കീഴിലിരുന്ന് പഠിക്കുക. എടാ നീ സ്ക്രിപ്റ്റർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടെന്ന യേശു നഥനേലിനെ കുറിച്ച് പറഞ്ഞത്. ആ പാരമ്പര്യം യഹൂദന്മാർക്ക് അതിലെ ശ്രേഷ്ഠന്മാരാ പരീശന്മാർ. ഇവര് ന്യായപ്രമാണം ഇങ്ങനെ തിരിഞ്ഞു നോക്കുക ജീവൻ കിട്ടാൻ വേണ്ടി. യേശു പറഞ്ഞു, ന്യായപ്രമാണം എന്നെയാണ് സാക്ഷീകരിക്കുന്നത്. നിങ്ങൾക്ക് ജീവനായ നിത്യജീവനാകുന്ന ജീവന്റെ ഉറവയാകുന്ന എന്നിലേക്ക് വരുവാൻ താല്പര്യമില്ല. അതെങ്ങനെ? പരീശന്മാർ പറ്റിയെന്താ? പരീശന്മാർ വചനത്തെ അക്ഷരികമായി വിശ്വസിക്കാൻ പ്രമാണിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ ആത്മാവിനെ, അതിന്റെ മനോഭാവത്തെ, അതിന്റെ ജീവനെ അവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ അഭിഷിക്തന്മാരാകുന്ന സാമുവൽ വിൽസണും രാജശേഖരപ്പാറയും അനിൽ അടൂരും ഇതൊക്കെ വിൽസൺ ചേതനായിട്ടുള്ള ശ്രേഷ്ഠന്മാരായ ദൈവത്തിന്മാരാണ്. എനിക്കവരൊക്കെ ഇഷ്ടമാണ്. അവരുടെയൊക്കെ വരികൾ അത്ര ശ്രേഷ്ഠമാണ്. എന്നാൽ പലപ്പോഴും ഈ അഭിഷിക്തന്മാർ പാടുമ്പോൾ കുറച്ചു പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഇത് യേശുദാസ് പാടിയത് എത്ര നല്ലത്, ഇത് എസ് പാടിയിരുന്നെങ്കിൽ എത്ര നല്ലത്, ഇത് സുചിത്ര പാടിയിരുന്നെങ്കിൽ എത്ര നല്ലത്. ഓരോ യേശുദാസ് പാടിയാലും ശരിയാകത്തില്ല. കാരണം പാട്ടിന്റെ ആത്മാവ് അവനാണുള്ളത്. പാട്ടിന്റെ ആത്മാവ് എഴുതിയ ആൾക്കാണുള്ളത്. അയാൾ പാടുമ്പോൾ കിട്ടുന്ന ഒരു മഹത്വം വേറെ ഒരുവൻ പാടിയാലും കിട്ടത്തില്ല. അതുകൊണ്ടാ പാറപ്പുറത്ത് ഉറച്ച പോലെയുള്ള ഒരു സുഖകരമല്ലാത്ത ശബ്ദമുള്ള പല അഭിഷിക്തന്മാരും പാടുമ്പോൾ നമ്മൾ ആത്മാവിലാകുന്നത്. ചിത്രയും യേശുദാസും പാടുമ്പോൾ നമുക്കൊരു സുഖമുണ്ടാവും. നമ്മളാരും അഭിഷേകം പ്രാപിക്കാറില്ല. അഭിഷിക്തന്മാർ, ദൈവത്യന്മാർ ഒരു ലയവും ഒരു താളവും ഇല്ലാതെ പാടിയാലും അവർ പാടി ആരാധിക്കുമെന്ന അഭിഷേകം പ്രാപിക്കുന്നതിനുള്ള കാര്യം അവർക്ക് അതിന്റെ ജീവനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതാണ് യേശു ഇവിടെ പറഞ്ഞത്. അപ്പൊ പരീശന്മാർ വചനം അരിച്ചു പെറുക്കി അനുസരിക്കുന്നവരാണ്. ഞാൻ താമസിക്കുന്ന ലണ്ടനിൽ തന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ മാർക്കറ്റിലേക്ക് നാം പോയാൽ അവർ തൊപ്പിയൊക്കെ വെച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി പലപ്പോഴും അവർ ആ വചനം അനുസരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശനിയാഴ്ച ദിവസങ്ങൾ, അവരുടെ വിശുദ്ധ ദിവസങ്ങളിൽ ആ ഒരു ലിഫ്റ്റിൽ നമ്മുടെ കൂടെ കയറിയാൽ നമ്മളെ കൊണ്ടാണ് സ്വിച്ച് ഇടിപ്പിക്കുന്നത്. ഒരു സ്വിച്ച് ഇടുന്ന പോലും അവർക്ക് നിഷേധ്യമാണ്. അവിശുദ്ധ പകലിൽ ശബത്തിൽ രസകരമാണ് പലതും. ചിലപ്പോഴെങ്കിലും അവരുടെ കൈത്തണ്ടയിൽ ഒരു കറുത്ത ബോക്സ്, അതിൽ നിന്നൊരു ഒരു കറുത്ത ഫിലിം, നമ്മുടെ ഈ എക്സ്റേ ഫിലിം പോലത്തെ ഫിലിം ഇങ്ങനെ ചുറ്റി പോകുന്ന കണ്ടിട്ടുണ്ട്. നെറ്റിയിൽ ഒരു കറുത്ത ബോക്സ്, അതിങ്ങനെ ഒരു ഫിലിമിനാൽ ചുറ്റി കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ആവർത്തനം 8-ാം അധ്യായത്തിൽ എന്റെ വചനങ്ങൾ 6 മുതലുള്ള അധ്യായം, എന്റെ വചനങ്ങൾ നിന്റെ കണ്ണുകളുടെ ഇടയിലിരിക്കണം, എന്റെ വചനങ്ങൾ നിങ്ങളുടെ കൈത്തണ്ടയിലിരിക്കണം എന്നൊരു വചനം അനുസരിക്കുന്നത്. വചനം ഒരു ബോക്സിലാക്കി, ഒരു കുഞ്ഞു ബോക്സിലാക്കി, കുഞ്ഞായിട്ട് എഴുതിയ ഒരു ബോക്സിലാക്കി കൈത്തണ്ടയിൽ വെച്ചിരിക്കുക. അപ്പൊ ഇനി പണിയും ചെയ്യണ്ട, വലത് കൈയിലാണ് വെച്ചിരിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞു വചനം കൈത്തണ്ടയിലിരിക്കണം. അങ്ങനെയൊക്കെ അക്ഷരികം അനുസരിക്കുന്നുണ്ടോ? പക്ഷെ എന്ത് സംഭവിച്ചു? ആത്മാവ് നഷ്ടപ്പെട്ടു. യേശുവിന്റെ ശുശ്രൂഷയിൽ അധികം രക്ഷിക്കപ്പെടാത്ത ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് എന്ന് മറന്നു പോകരുത്. യേശുമാർ ഇഷ്ടം പോലെ, ചുങ്കക്കാർ ഇഷ്ടം പോലെ,
പാപികൾ ഇഷ്ടം പോലെ, രോഗികൾ ഇഷ്ടം പോലെ. എന്നാൽ പരീശന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ 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 കുറച്ചുപേരെ യേശുവിലേക്ക് വന്നുള്ളൂ. ഏറ്റവും കൂടുതൽ വചനം അനുസരിക്കുന്നവർ വളരെ കുറച്ചേ വന്നുള്ളൂ. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാം ഒരു പരീശനായി പോകാതിരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം കൂടെ വായിക്കണം. 23 24 പ്രാവശ്യം അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് യേശു പറഞ്ഞത് പരീശനെ കുറിച്ചാണ്, വചനം അനുസരിക്കുന്നവരെ കുറിച്ച്. എന്താ അവിടെ പറ്റിപ്പോയത്? വചനം നീ അനുസരിക്കുമ്പോൾ വചനത്തിന്റെ പിൻപിലെ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ കൂടി എന്താണ് പോയതെന്നാണ് നീ ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കൂ. 1 കൊരിന്ത്യലേഖനം 6 അധ്യായത്തിന്റെ 19 വാക്യം നമ്മൾ വായിച്ചു. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വഹിക്കുന്നവരാണ്. അതിനായിട്ട് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന നാം വിശുദ്ധരാണ്. അതാണ് 6 അധ്യായത്തിൽ വായിച്ചത്. യോഹന്നാൻ 14:21 വായിച്ചത്, ദൈവവചനം അനുസരിക്കുന്നവൻ ദൈവ സ്നേഹത്തിൽ അനുസരിക്കുന്നു. അവിടെ ഇരിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവരെ കൽപ്പന പ്രമാണിക്കുന്നു. വാസ്തവത്തിൽ അതിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചപ്പോൾ, റൂട്ടിലും അത് വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ ആ സ്നേഹത്തിൽ ഒരു ശക്തി കൊടുക്കുകയാണ്. എന്നെ സ്നേഹിക്കാത്തവന് വചനത്തെ പ്രമാണിപ്പാൻ കഴിയത്തില്ല. പഴയ നിയമത്തിൽ 613 പ്രമാണങ്ങളുണ്ട്. ഒരു ഒരു യഹൂദൻ, പരീശന്മാരിലോ സദൂക്യരിലോ ഏറ്റവും എന്താ പറയുക, ഒരു മുത്താപ്പയായിരിക്കുന്ന ഒരു യഹൂദൻ 33 കൂടുതൽ അനുസരിക്കത്തില്ല അത്രേ. ബാക്കി 550 ശിഷ്ടം പ്രമാണങ്ങൾ വെറുതെ പോവുകയാണ്. അതാണ് അവരുടെ ഗതിയെങ്കിൽ 613 2 പ്രമാണങ്ങളുള്ള പുതിയ നിയമത്തിൽ, ആയിരക്കണക്കിന് പ്രമാണങ്ങളുള്ള പുതിയ നിയമത്തിൽ, ആയിരക്കണക്കിന് ആഴങ്ങളിൽ പ്രമാണമുള്ള പുതിയ നിയമത്തിൽ നാം പ്രമാണിക്കുന്നവരായി മാത്രം തീരാതെ അവിടെ എന്താണ് ദൈവം ഉദ്ദേശിച്ചത്, ആ പ്രമാണത്തിന് പിന്നെ ജീവൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കതിലേക്ക് വരാൻ കഴിയും. ദൈവ സ്നേഹത്തിന് നമ്മളെ അങ്ങനെ എംപവർ ചെയ്യാൻ കഴിയും. ഞാൻ തിയോളജിക്കൽ പോലെ ക്ലാസ് പോവുകയാണെങ്കിലും ഇപ്പൊ എത്തിയും നോക്കൂ, എന്നെ സ്നേഹിക്കുന്നവരുടെ കൽപ്പന പ്രമാണിക്കുന്നു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു, എന്റെ പിതാവ് അവനെ ഇഷ്ടപ്പെടുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ, ഞാനും എന്റെ പിതാവ്. ആ പ്രമാണിക്കുന്നവന്റെ അടുക്കൽ വന്നിട്ട് അവനോടൊത്ത് വാസം ചെയ്യും. ഇത് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് മുമ്പാണ്. യോഹന്നാൻ 14 ഇത് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 20 ആദ്യമായി യേശു അവരുടെ മേലൂതി അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പെന്തിക്കോസ്താലിലാണ് യഥാർത്ഥമായ ദൈവാത്മാവിന്റെ ഒരു സ്നാനം അവരുടെ മേൽ വരുന്നത്. ഒരുവേള ഇങ്ങനെ പറയാം, യോഹന്നാൻ 20 അവർ രക്ഷിക്കപ്പെട്ടെന്നും അപ്പോസ്തലർ 2 അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു എന്നും പറയാം. അതാണ് എന്റെ ശരി. അപ്പോൾ യോഹന്നാൻ 14 പ്രോമിസ് ശ്രദ്ധിക്കൂ, പിതാവാം ദൈവം, പുത്രനാം ദൈവം. 1 കൊരിന്ത്യർ 6 പ്രോമിസ് ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവാം ദൈവം. ത്രിയേകനാം ദൈവം ഇന്ന് പകൽ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കൂ, നിന്റെ ശരീരത്തിലുണ്ട്. അവിടെയാണ് ചോദ്യം. ഡയബറ്റിക് ഉള്ള എന്റെ ശരീരത്തിലോ, കൊളസ്ട്രോൾ അബ്നോർമലായ എന്റെ ശരീരത്തിലോ, ബ്ലഡ് പ്രഷർ അങ്ങ് കയറിപ്പോകുന്ന അല്ലെ ഇറങ്ങിപ്പോകുന്ന ശരീരത്തിലോ, തൈറോയിഡുള്ള, ഗൗട്ടുള്ള, ക്യാൻസർ ആയിരിക്കുന്ന ശരീരത്തിലോ, വെള്ളപ്പാണ്ടുള്ള അല്ലെ പല പല സോറിയാസിസ് പോലുള്ള ചിരങ്ങളുള്ള ചുണങ്ങളുള്ള ശരീരത്തിലോ, ക്യാൻസർ ഉള്ള ശരീരത്തിലോ, ട്യൂമറുള്ള ശരീരത്തിലോ, ഫൈബ്രോമൈലോളജി ഉള്ള ശരീരത്തിലോ, ടെന്നീസ് എൽബോയും ഫ്രോസൺ ഷോൾഡർ ഉള്ള ശരീരത്തിലോ, യെസ് 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 യെസ്, അങ്ങനെയാണ് വളരെ പഠിപ്പിക്കുന്നത്. നാം വിശ്വസിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ഫീലിങ്ങിനെയാണോ വചനത്തെയാണോ? ബരോവയക്കാരെ പോലെ ഒരു ഫീലിംഗിൽ മാത്രം പോകാതെ ഇന്ന് പകൽ വീണ്ടും രാത്രിയിൽ, ഇപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 8 മണിയാകാറായി തോന്നും, നിങ്ങൾ കിടക്കും മുമ്പ് ഇതേ വചനം ഇനിയും പഠിക്കൂ, മെഡിറ്റേറ്റ് ചെയ്യൂ, വിശ്വസിക്കൂ, ഫീലിംഗ് വചനം വിശ്വസിക്കൂ. നിങ്ങൾക്ക് 100 കണക്കിന് രോഗം ഉണ്ടെന്നിരിക്കട്ടെ, വചനം രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരെ നോക്കി പറയും, നിന്റെ അകത്ത് പിതാവാം ദൈവവും പുത്രനാം യേശുവും പരിശുദ്ധ റൂഹായും ദൈവവുമുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ അവന്റെ മന്ദിരമാണ്, നിങ്ങൾ അവന്റെ ദേവാലയമാണ്. യെശയ്യാ 6 എന്താ കണ്ടത്? യെശയ്യാ പ്രവാചകൻ 6 അധ്യായത്തിൽ എഴുതുകയാണ്, ദൈവത്തിന്റെ ആലയം നിറച്ച്
അവന്റെ തേജസ്സിന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ നിൽക്കുന്നത് കണ്ടു. എന്താണ് കണ്ടത്? ആലയം മാത്രമല്ല, ദൈവത്തെ മാത്രമല്ല, ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ ആലയം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ആലയം പുക കൊണ്ടു നിറഞ്ഞു എന്നാണ് വാക്യം. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ മനസ്സിന്റെ ഏതോ ഉൾമുറിയിലെ ഒരു സിംഹാസനത്തിൽ അല്ല യേശു ഇരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിന്റെ ഉൾമുറിയിലെ ഒരു സിംഹാസനത്തിലല്ല പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഉൾമുറിയിലെ ഹൃദയത്തിന്റെ ഒരു ഭിത്തിക്കുള്ളിലല്ല പിതാവ് ദൈവം ഇരിക്കുന്നത്. ഒന്നാമത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, മൂവരുമുണ്ടെന്ന് വിശ്വസിക്കൂ. രണ്ട്, അവർ ഉള്ളിലെവിടെയോ അല്ല, അന്തരംഗത്തിലെവിടെയോ അല്ല, അവരുടെ ശരീരത്തിലാണ്. വിശ്വസിക്കൂ. രോഗമുള്ള, ദുഃഖമുള്ള, കടഭാരമുള്ള, പാപമുള്ള നിന്റെ ശരീരത്തിൽ പാപമല്ല, ദൈവമുണ്ട്. വിശ്വസിക്കൂ. സാഹചര്യങ്ങളെ കവിഞ്ഞു പോകുന്ന വിശ്വാസത്തിലേക്ക് വരും. നിങ്ങൾ എന്നോട് പറയും, പാസ്റ്റർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും, അത് വചനമാണ്, നിങ്ങൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്, ഇതിൽ ഒരു പുതുമയില്ല. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങളത് വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ മനോഭാവത്തിൽ അങ്ങനെയാണോ? ആ മനോഭാവം വെച്ചാണോ നിങ്ങൾ തീരുമാനമെടുക്കുന്നത്? ആ മനോഭാവം വെച്ചാണോ നിങ്ങൾ പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പലപ്പോഴും വേദന വരുമ്പോൾ വേദനയ്ക്കല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ദാഹം വരുമ്പോൾ ഡയബറ്റിക് പിന്നെ കൂടിയെന്നല്ല നിങ്ങൾ പറയുക. പ്രഷർ അതെ കൂടി, നിങ്ങൾ തലയ്ക്ക് വേദന വരുമ്പോൾ പിന്നെയും മൈഗ്രെയിൻ വന്നോ, പഴയ പ്രഷർ പിന്നെയും വന്നല്ലേ പറയുക. ക്രിസ്തു ഉണ്ടെന്നാണോ വിശ്വസിക്കുന്നത്? ത്രിയേകനാമയോട് വസിക്കുന്നതാണോ വിശ്വസിക്കുന്നത്? അവരുടെ തേജസ്സിന്റെ വസ്ത്രം നിന്നെ നിറച്ചിരിക്കുന്നതാണോ നീ വിശ്വസിക്കുന്നത്? വിശ്വസിക്കൂ. അപ്പോസ്തലനായ പത്രോസ് താൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ റൂട്ട് മാപ്പ് കൊടുക്കാറില്ല. ഇപ്പോൾ കൊറോണ വന്നവരുടെ റൂട്ട് മാപ്പ് ഗവൺമെന്റ് ഓഫീസിന് വരെ അറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം കൊറോണ വന്നതിന് എതുവഴിയാ പോയത്. അപ്പോസ്തലനായ പത്രോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ റൂട്ട് മാപ്പ് ആർക്കും കൊടുക്കത്തില്ലായിരുന്നു. അതിരാവിലെയാണോ, നട്ടുച്ചയ്ക്കാണോ, വൈകുന്നേരമാണോ പോകുന്നത് ആർക്കും കൊടുക്കത്തില്ലായിരുന്നു. താൻ കിഴക്കോട്ടാണോ, പടിഞ്ഞാറോട്ടാണോ, വടക്കോട്ടാണോ, തെക്കോട്ടാണോ പോകുന്നത് ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നു. താൻ ഇറങ്ങിയത് പോവാ. വചനം പറയുന്നു, താൻ പോകുന്നത് ഏത് ദിക്കിലോട്ടായാലും, താൻ പോകുന്ന ഏത് ടൈം സോണിലായാലും, അതായത് രാവിലെ നമ്മൾ പടിഞ്ഞാറോട്ടാ പോകുന്നെങ്കിൽ നമ്മുടെ നിഴൽ പടിഞ്ഞാറായിരിക്കും, അത് സൂര്യൻ കിഴക്കുന്നത്. രാവിലെ നമ്മൾ കിഴക്കോട്ടാ നടക്കുന്നെങ്കിലും നിഴൽ പടിഞ്ഞാറോട്ടായിരിക്കും. നമ്മൾ വൈകുന്നേരമാണ് പടിഞ്ഞാറോട്ട് നടക്കുന്നെങ്കിൽ കിഴക്കോട്ടായിരിക്കും നിഴൽ. മനസ്സിലാകുന്നതിന്റെ വിശ്വാസം. വടക്കോട്ട് തെക്കോട്ടാണെന്ന് അതിനനുസരിച്ച് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടുമായിരിക്കും അത് നമ്മുടെ നിഴൽ പാസ് ചെയ്യും. അപ്പൊ ഓരോ സമയത്തും നിഴൽ ഓരോ സൈഡിലോട്ടാ പോകും. ശ്രദ്ധിക്കൂ, വചനം പറയുന്നത് പത്രോസ് പോകുമ്പോ റോഡിൽ അവന്റെ നിഴൽ തട്ടി സൗഖ്യമാകേണ്ടതിന് ആളുകളെ ഫുട്പാത്തിൽ അല്ലെ റോഡിൽ കിടത്തുകയുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, പത്രോസിന്റെ റൂട്ട് മാപ്പ് അറിയാതെ എങ്ങനെ കിടത്തും? അപ്പൊ എന്നോട് രോഗി പറയാ, പത്രോസ് എതുവഴിയെങ്കിലും വരട്ടെ, ഒന്ന് വന്ന് ഒരു നീളം തട്ടിയാ മതി പാസ്റ്ററെ, ഞങ്ങളുടെ സൗഖ്യമാണ്. അതായത് രോഗിയുടെ വിശ്വാസം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, പത്രോസിന്റെ വീടിന്റെ മുൻപിൽ കൂടെ റോഡ് പോവുകയാണ്. അതിന്റെ രണ്ട് സൈഡിലും ഉണ്ട്, അങ്ങേക്കരിക്കും ഇങ്ങേക്കരിക്കും, ഇരുകരയിലും രോഗികൾ കിടക്കുക. അല്പം കഴിയുമ്പോൾ അവിടുന്ന് റോഡ് കിഴക്കോട്ട് തിരിക്കുകയാണ്, അവിടെയും രോഗികൾ കിടക്കുകയാണ്. പടിഞ്ഞാറോട്ട് വേറെ റോഡ് തിരിക്കുന്നു, അവിടെയും രോഗികളെ കിടത്തിയിരിക്കുകയാണ്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ പത്രോസ് പോകുന്നെന്ന് അറിയത്തില്ലെങ്കിലും താൻ പോകുന്ന വഴിക്ക് രോഗികളുടെ മേൽ നിഴൽ രോഗികളെ കിടത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ ഉള്ളിൽ വെളിപ്പെട്ട ത്രിയേകനാം ദൈവത്തിന്റെ തേജസ് പത്രോസിന്റെ ആത്മാവിൽ നിന്ന് പ്രാണനിലേക്കും, പ്രാണനിൽ നിന്ന് ശരീരത്തിലേക്കും, ശരീരത്തിൽ നിന്ന് കാലിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന നിഴലിലേക്കും വ്യാപിച്ചു. ആ നിഴലിന് ഒരടിയ നീളമാണെങ്കിൽ അത്രയും പരിശുദ്ധാത്മാവ് വ്യാപിച്ചു. ആ നിഴലിന്റെ 10 അടി നീളമാണെങ്കിൽ ആ 10 അടി നീളത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപിച്ചു. എന്താ അർത്ഥം? ജനങ്ങൾക്ക് അത്ര വിശ്വാസമായിരുന്നു. സ്വത്രം സ്വത്രം. ഈ നോക്കാം, പൗലോസിനെ നോക്കാം. പൗലോസ് തുറന്നോസിന്റെ പാഠശാലയിൽ, ദൈവത്തിന്റെ പാഠശാലയിൽ താൻ പഠിപ്പിക്കുക 1.5 വർഷം. താൻ പഠിപ്പിക്കുമ്പോൾ ജനങ്ങൾ കൊണ്ടുവന്ന റൂമാലും ഉത്തിരിയൊക്കെ കൊണ്ടുവന്ന് ഇടുകയാണ്. പൗലോസിന്റെ മേലിടുന്നു,
എല്ലാം കൂടെ പുള്ള മേലിട്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം എത്ര വണ്ടി ഇടാം? 1-2 തവണ അങ്ങേപ്പുറത്ത് ഇങ്ങനെ തോളിയിടാം. തന്നെ മൂളത്തൊക്കെ റൂമാൻ വരിക, പിന്നെ വീടും. തന്റെ പ്ലാറ്റ്ഫോമിൽ ഇട്ടു, താൻ ഇരുന്നിടത്തിട്ടു, തന്റെ ഇടത്തും വലത്തും ഇട്ടു. പൗലോസ് ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഒരു പക്ഷെ പ്രാർത്ഥിച്ച് കാണുമായിരിക്കും. പക്ഷെ പൗലോസ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇവരെ എടുത്തോണ്ട് പോവുകയാണ്. ഇവരെ എടുത്തോണ്ട് പോയി അടുത്ത രോഗികൾ തലയിടുകയാണ്. ആ രോഗികൾ സൗഖ്യമാവുകയാണ്. അപ്പോൾ പൗലോസ് അവിടെ ഇല്ല. പൗലോസ് കിടന്നിടത്ത്, ഇരുന്നിടത്ത്, നിന്നിടത്ത്, നടന്നിടത്ത്, ഓടിയെടുത്ത് ഇട്ടിരുന്ന ഒരു വസ്തുവാണ് റൂമാൻ. ഞാൻ ഈ പറയുന്ന മന്ത്രവാദമല്ല, ഞാൻ ഈ പറയുന്ന മീഡിയംസ് അല്ല, വേദപുസ്തകം. നീ വായിക്കുന്ന പുസ്തകത്തിലെ കാര്യമാണ്. ഈ റൂമാൻ പൗലോസിന്റെ കൂടെ അല്പനേരം ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ, ഈ ഉത്തിരിയം പൗലോസിന്റെ കൂടെ അല്പനേരം ഉണ്ടായിരുന്ന ഒറ്റ കാരണത്താൽ മൈലുകളോളം യാത്ര ചെയ്ത് രോഗിയുടെ മേൽ വീഴുമ്പോൾ അവർ സൗഖ്യമാവുകയാണ്. എന്താ കാര്യം? ത്രിയേകനാം ദൈവം പൗലോസിന്റെ അന്തരാത്മാവിന്റെ പ്രാണനിലേക്കും, പ്രാണനിൽ നിന്ന് ശരീരത്തിലേക്കും, ശരീരത്തിന്റെ ത്വക്കിൽ നിന്ന് തന്റെ ഇന്നർ വിയറിലേക്കും, ഇന്നർ വിയറിൽ നിന്ന് ഔട്ടർ വിയറിലേക്കും. ഈ യഹൂദരുടെ 4-5 ടൈപ്പ് വസ്ത്രം ഉണ്ടായിരുന്നു, 4-5 ലെവൽ ഓഫ് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തന്റെ വസ്ത്രത്തിൽ മുട്ടി നിൽക്കുന്ന റൂമാനിലേക്ക് വ്യാപിച്ചു. പത്രോസിന്റെ നിഴലിലും പൗലോസിന്റെ റൂമാനിലും. നിഴലിന് ജീവനുണ്ടോ? ഇല്ല. റൂമാനിന് ജീവനുണ്ടോ? ഇല്ല. ജീവനില്ലാത്ത ഇരുട്ടായ നിഴലിലും ജീവനില്ലാത്ത ഉത്തിരിയങ്ങളിലും ദൈവകൃപയുടെ അത്ഭുത രോഗസൗഖ്യവും വിടുതലും വെളിപ്പെടുകയാണ്. ഇത് നമ്മുടെ വേദപുസ്തകം പറയുന്ന കാര്യമാണ്. ഇന്ന് പിന്നെ നമുക്കിതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം അല്ല. ഒരു മരിച്ചയാളുടെ ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ ഒരു മലയാളി മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റെന്നോ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നോ കേട്ടാൽ ആദ്യം നീന്തേ എന്താ? ഓ, അതൊക്കെ ഫേക്കായി എന്ന്. വേറെ ഒരു ക്യാൻസർ രോഗി സൗഖ്യമായിട്ട് ആദ്യം നീന്താ അങ്ങനെ തെറാപ്പിയും ചെയ്തുകൊണ്ടായിരിക്കും. തെറാപ്പി ചെയ്തിട്ട് മരിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. എന്ത്? വിശ്വാസത്തിലേക്ക് വരൂ, വിശ്വസിക്കൂ. മരിച്ചവർ ഈ കാലങ്ങൾ ഉയർക്കും. പത്രോസിനെ വിടുവിച്ച, പത്രോസിനെ അഭിഷേകം ചെയ്ത അതേ ദൈവം പൗലോസിനെ വിടുവിച്ച, പൗലോസിനെ അഭിഷേകം ചെയ്ത അതേ ദൈവമല്ല നിന്റെ ദൈവം. വിടുവിക്കുന്നുണ്ട്, വിശ്വസിക്കൂ. അതെങ്ങനെയാ വിശ്വസിക്കുന്നത്? കൊരിന്ത്യർ 1:6-19 മറന്നുപോകരുത്. യോഹന്നാൻ 14:21 മറന്നുപോകരുത്. ത്രിയേകനാം ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇന്ന് സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ നിന്റെ ഉള്ളിലുമുണ്ട്. ഒരു ഭാഗം കൂടെ എനിക്ക് വായിക്കണം, മനസ്സിലാക്കണം. ഒരു ഭാഗം കൂടെ വായിക്കണം. നമ്മൾ വായിച്ച് നമ്മൾ ക്ലോസ് ചെയ്യാം. സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം മുതൽ ഒരു വാക്യം കൂടെ വായിക്കാം. ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കൂ. അത് വായിക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഇത് പൗലോസും പത്രോസുമാണ്. സംഖ്യ 15:37. ഇത് പൗലോസും പത്രോസുമാണ്. അപ്പൊ പൗലോസ് ചെയ്തതിനേക്കാളും പത്രോസ് ചെയ്തതിനേക്കാളും ഇവിടെ ഗുരു ചെയ്യേണ്ട. ഇവിടെ ഗുരുവിന്റെ പേരെന്താ? നിങ്ങൾ പറഞ്ഞു ശരി, യേശു കർത്താവ്. യേശു കർത്താവിലേക്ക് നോക്കൂ. യേശു കർത്താവിന്റെ തുപ്പലിൽ സൗഖ്യം. യേശു കർത്താവ് തുപ്പിയിട്ട നിലത്തിലെ ചേറുണ്ടാക്കി അവരുടെ കണ്ണിൽ പൊത്തി, അവിടെ സൗഖ്യം. യേശു കർത്താവ് തൊട്ടു, അവിടെ സൗഖ്യം. യേശു കർത്താവ് കൽപ്പിച്ചു, അവിടെ സൗഖ്യം. അവന്റെ വാക്കിൽ സൗഖ്യം, അവരുടെ തുപ്പലിൽ സൗഖ്യം, അവന്റെ സ്പർശനത്തിൽ സൗഖ്യം. മർക്കോസ് 5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളുടെ പെരുമഴയാണ്. യേശു ഗലീലയുടെ അങ്ങേക്കരയിൽ ലഗ്യോനെ സൗഖ്യമാക്കാനായിട്ട് പോകുന്നു. അവിടെ കാറ്റും തിരമാലയും ഒക്കെ ഗലീലക്കടലിന്റെ പകുതിക്ക് വെച്ച് വരുന്നു. അതിനെ ശാന്തമാക്കുന്നു, അക്കരെ എത്തുന്നു, ലഗ്യോനെ സൗഖ്യമാക്കുന്നു. അവനെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ അവിടെ തന്നെ ദെക്കപ്പൊലിയിലേക്ക് 10 പട്ടണങ്ങളിലേക്ക് ശുശ്രൂഷിക്കുവാൻ വിടുന്നു. അവർ തിരികെ വരുന്നു. യായിറോസ് യേശുവിന്റെ പാദത്തിൽ വന്ന് നമസ്കരിക്കുന്നു. യേശു യായിറോസിന്റെ കൂടെ അവനെ വിടിയിപ്പാനായിട്ട് പോകുന്നു. പെട്ടെന്ന് കൊച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നു. യേശു ആ വാക്കിനെ കാര്യമാക്കാതെ യായിറോസെ ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറഞ്ഞതിന്റെ കൂടെ പോകുന്നു. വലിയ പുരുഷാരം പോകുമ്പോൾ യഹൂദ സ്ത്രീയായിരുന്ന രക്തസ്രാവമുള്ളവളായി 12 വർഷം തനിക്കുള്ളതൊക്കെയും വിറ്റ് ചികിത്സിച്ചിട്ട് ഏറിയോന്ന് സഹിച്ചിട്ട് സകലതും ചിലവായി പോയൊരു സഹോദരി, രക്തസ്രാവക്കാരി സ്ത്രീ, എ വുമൺ വിത്ത് എ ബ്ലഡ് ഇഷ്യൂ. താൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ
സൗഖ്യമാകുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി ആരുടെയും അനുവാദം ചോദിക്കാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പെടുവാൻ വരിക. ശ്രദ്ധിക്കൂ, ഈ കാണുന്നതാണ് തൊങ്ങൽ. നമ്മൾ ഈ കാണുന്നതാണ് തൊങ്ങൽ. കണ്ടോ, ഇത് ഇന്ന് പക്ഷെ ഒരു ഫാഷൻ ഡിസൈനിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ഇന്ന് പകരം ഈ തൊങ്ങൽ വെച്ചിരിക്കുന്നത്. ടസിൽസ് എന്നും ഫ്രിഞ്ചസ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് പദം ഇതിനാണ് ഉപയോഗിക്കുന്നത്. തൊങ്ങൽ, ഇതാണ് തൊങ്ങൽ. ഈ കെട്ടിയിട്ടിരിക്കുന്നതാണ് തൊങ്ങൽ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം. യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുമ്പോൾ ഈ സ്ത്രീ സൗഖ്യമായി. യേശുവിങ്കൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെട്ടു. എങ്ങനെയാ പുറപ്പെട്ടത്? ശരീരത്തിൽ നിന്ന് ത്വക്കിലേക്കും, ത്വക്കിൽ നിന്ന് യേശുവിന്റെ ഇന്നർ ഡ്രസ്സിലേക്കും, ഇന്നർ ഡ്രസ്സിൽ നിന്ന് ഔട്ടർ ഡ്രസ്സിലേക്കും, അങ്കിയോ മേലങ്കിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക്, പിന്നെ അതിന്റെ ഒക്കെ മുകളിൽ താൻ ധരിച്ചിരുന്ന റോബിൽ സ്തോത്രം തലീത്തിൽ നിന്നും പ്രാർത്ഥന ഷോയിൽ നിന്നും അതിന്റെ തൊങ്ങലിലേക്കും ശക്തി വ്യാപിച്ചു. സോ സ്വീറ്റ് അല്ലേ? നമ്മളെല്ലാം ഇപ്പൊ പറയാതെ യേശു ആയിരുന്നോണ്ട് അങ്ങ് വ്യാപിച്ച. അപ്പോൾ പത്രോസ് ആയിരുന്നോണ്ടാണോ നിഴലിൽ സൗഖ്യം വ്യാപിച്ച്? ഓക്കെ, അത് പത്രോസ് ആയിരുന്നോണ്ട് നിഴലിൽ വ്യാപിച്ചു. പൗലോസ് ആയതുകൊണ്ടാ റൂമാൽ വ്യാപരിച്ചത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയാൽ നിങ്ങൾ കൂടി ഒന്നും വ്യാപരിക്കത്തില്ല. ദൈവം പറഞ്ഞു ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കും, പത്രോസ് പറഞ്ഞു നിങ്ങളുടെ സകല മക്കൾക്കും ദൂരസ്ഥന്മാരെ കർത്താവ് വിളിച്ചു ചേർക്കുന്ന ഏവർക്കും ഉള്ളതല്ലോ. അപ്പൊ ശ്രദ്ധിക്കൂ, യേശുവിൽ സംഭവിച്ചത് നിങ്ങൾ സംഭവിക്കണമെന്ന് വചനം പറയുന്നു. യേശു പറഞ്ഞു ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, ഞാൻ പോകുന്നതിനാൽ ഞാൻ ചെയ്തത് അധികം ചെയ്യും. പത്രോസിനേക്കാൾ പൗലോസിനേക്കാൾ അധികം ചെയ്യുവാൻ വിളിക്കപ്പെട്ട നിങ്ങളത് പത്രോസ് ആയതുകൊണ്ടാണ്, അത് പൗലോസ് ആയതുകൊണ്ടാണ്, അത് യേശു ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് വേർതിരിച്ചു മാറ്റി നിർത്തിയാൽ പിന്നെ ഒന്നും സംഭവിക്കില്ല. ഇന്ന് നിങ്ങൾ വിശ്വസിക്കൂ, ദൈവാത്മാവ് നിങ്ങളുടെ ശരീരത്തിലുണ്ട്, പിതാവാന്റെ നിങ്ങളുടെ ശരീരത്തിലുണ്ട്, പുത്രനാവേശം നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അവർ നിങ്ങളുടെ വസ്ത്രത്തിലും നിഴലിലും നിങ്ങളുടെ മേൽ ഇടുന്ന വസ്ത്രത്തിലുമുണ്ട്. ശ്രദ്ധിക്കൂ. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 37-ാം വാക്യം മുതൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്ന് അവർ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്ക് പൊടിപ്പുണ്ടാക്കുകയും കോൺതലയ്ക്കിലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. ഇത് തലമുറയായി ചെയ്യേണ്ട ഒരു ആചാരമാണ്. തലമുറ ഫോർ പെർപെച്വൽ ജനറേഷൻ, ഫോർ ദ ജനറേഷൻ ടു കം. എത്ര തലമുറ ഉണ്ടായാലും ചെയ്യണം. അപ്പൊ അത് സ്ഥിരമായ കൽപ്പനയാണ്. ശബത്ത് പോലെ, പാസോവർ പോലെ, പെസഹ പോലെ, ശബത്ത് പോലെ, പെസഹ പോലെ ഈ തലമുറയായി ആചരിക്കേണ്ട പ്രമാണം എന്താണ്? നിങ്ങളുടെ വസ്ത്രത്തിന്റെ കോൺതലയ്ക്കൽ പൊടിപ്പുണ്ടാക്കുകയും തൊങ്ങലുകൾ ഉണ്ടാക്കി പൊടിപ്പുണ്ടാക്കി കോൺതലയ്ക്കിലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. Amen. Can somebody zoom it a little more? കോൺതലയ്ക്കൽ പൊടിപ്പുണ്ടാക്കി അതിൽ നീലച്ചരട് കെട്ടുകയും വേണം. ഒന്ന് സൂം ചെയ്തൊന്ന് കാണിച്ചേ. ഞാൻ ഈ തൊങ്ങലാണ് എനിക്ക് കാണേണ്ടത്. ഒന്നുകൂടെ വായിച്ചേ. 15:37. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ അവർ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്കൽ പൊടിപ്പ് തൊങ്ങലുണ്ടാക്കി കോൺതലയ്ക്കിലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. നീലച്ചരട്, ഒരു നീലച്ചരടും കൂടി ഇതേ കെട്ടണം. ഈ കെട്ടിന് വേറെ നീലച്ചരട് കൂട്ടിക്കും. അടുത്തത്, നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിന് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിലും സ്വന്തം കണ്ണുകൾക്കും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടത്. അന്യായമായി ദൈവത്തെ വിട്ട് പരസംഗമായി നടക്കാതിരിക്കേണ്ടത്. ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. ആ പൊടിപ്പ്, ആ കെട്ട്, ആ തൊങ്ങൽ നിങ്ങൾക്കൊരു ഓർമ്മയായിരിക്കണം. ശ്രദ്ധിക്കൂ. അടുത്തോട് വായിച്ചോളൂ. നിങ്ങൾ എന്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടത്, നിങ്ങളുടെ ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവരായിരിക്കേണ്ടതിന് തന്നെയാണത്. ശ്രദ്ധിക്കൂ, ഇതൊരു ഷോളാണ്. ഇതെന്റെ വൈഫിന്റെ ഷോളാണ്. ഈ ഷോളിന്റെ 2 സൈഡിൽ മാത്രമേ തൊങ്ങലുകൾ ഉള്ളൂ. ഇങ്ങനെയല്ല യേശു ദൈവാത്മാവ് യഹൂദന്മാരോട് കൽപ്പന പറഞ്ഞത്. നിങ്ങളുടെ വസ്ത്രത്തിന്റെ 4 കോൺകൽ എന്ന് പറഞ്ഞാൽ 4 വേണം. ഇതുണ്ടോ, ഇവിടെയും ഇതിന് ഇങ്ങേ സൈഡിൽ സാധാരണ ഷോൾ ഉള്ളത് പോലെ തൊങ്ങലുകളില്ല. എന്നാൽ യഹൂദൻ അങ്ങനെയല്ല.
യഹൂദന്റെ വസ്ത്രത്തിന് 4 കോണിലും വേണം. ആ ഷോളിനെ തലീത്ത് എന്നാണ് വിളിക്കുന്നത്, പ്രയർ ഷാൾ എന്നാണ് വിളിക്കുന്നത്. യഹൂദന്മാർ അന്നും യഹൂദന്മാർ ഇന്നും തലയിൽ തുണിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. വെറും തുണിയല്ല, പ്രാർത്ഥനാ ഷാൾ എന്ന് പറയും. ഏകദേശം ഇങ്ങനെ അവർ തുണിയിട്ട് മുഖം മറച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, മോശ പർവ്വതത്തിൽ നിറങ്ങി വന്നപ്പോൾ 40 ദിവസം ദൈവത്തിന്റെ കൂടെ ആയിരുന്നതിനാൽ മോശയുടെ ത്വക്ക് പ്രകാശിച്ചതിനാൽ ഇസ്രായേൽ മക്കൾക്ക് കാണാൻ കഴിയാതെ പോയി. അതിനാൽ മോശ എന്ത് ചെയ്തു? ഒരു തുണി ഇട്ട് തന്റെ മുഖം മറച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ദൈവസന്നിധിയിൽ പോകുമ്പോഴൊക്കെയും, അതായത് പർവ്വതമുകളിലല്ല, സമാഗമന കൂടാരത്തിൽ പോകുമ്പോഴൊക്കെയും അങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊരു പദം നാം തോറായിൽ കാണുന്നുണ്ട്. അതാണ് യഹൂദന്മാർ ഇന്നും അങ്ങനെ ആചരിപ്പാൻ കാരണം. അവിടെ ഒരു സംശയം വേണ്ട. വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. അത് ഇന്ന് എന്റെ മറുപടി സമയമില്ല, കാരണം നമ്മുടെ സമയം തീർന്നിരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ ഇവിടെ ഒരു ദൈവവചനത്തിന്റെ വെളിപ്പാട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മോശ മുഖം മറച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അത് യഹൂദന്മാർക്ക് കാണാൻ ഒക്കത്തില്ല. എന്നാൽ ആ മോശയോട് ദൈവം പറയുകയാണ്, മോശ മാത്രമല്ല സകല യഹൂദന്മാരും പ്രയർ ഷാളിന്റെ തലീത്തിന്റെ, എല്ലാ വസ്ത്രത്തിന്റെ അല്ല, പാന്റെ താഴെ ഫ്രിഞ്ചസ് ഉണ്ടെന്നോ അവരുടെ കുപ്പായത്തിന് താഴെ ഫ്രിഞ്ചസ് ഉണ്ടെന്നോ കരുതരുത്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രയർ ഷാളിന്റെ 4 തലയ്ക്കിലും ഫ്രിഞ്ചസ് ഉണ്ടാകണം. ഉദാഹരണമായിട്ട് ഇങ്ങനെ ഇരിക്കണം, നിങ്ങൾക്ക് ഫ്രിഞ്ചസ് കാണാൻ പറ്റും. ഫ്രിഞ്ചസ് ഉണ്ടാകണം. ആ ഫ്രിഞ്ചസ് എന്തിനാണ്? ഓരോ കൽപ്പനകളുടെയും ഓർമ്മയാകേണ്ടതിന്. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും ഇത് കൂടെ കാണണം. കാരണം എന്താ അറിയാമോ? യഹൂദന്മാർക്ക് 613 ന്യായപ്രമാണങ്ങളാണുള്ളത്. 613 ചെയ്യണമെന്നും ചെയ്യരുതെന്നും പറയുന്ന 613 ന്യായപ്രമാണങ്ങൾ. സോറി, അവിടെ പ്രയർ ഷാളിൽ 613 തൊങ്ങലുകളാണുള്ളത്. 613 ഇങ്ങനെയുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും. 1, 2, 3 ഇങ്ങനെ എണ്ണിയാൽ അവിടെ പ്രയർ ഷാളിൽ 613 തൊങ്ങലുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു പ്രയർ ഷാള് യേശു കർത്താവിന്റെ തലയിലോ തോളത്തോ നടക്കുമ്പോൾ കിടക്കുകയാണ്. ഈ പ്രയർ ഷാളിന്റെ തൊങ്ങലിലാണ്, ഞാൻ വിശ്വസിക്കുന്നു, നടന്നു പോകുമ്പോൾ പിന്നോട്ട് ആഞ്ഞ പ്രയർ ഷാളിന്റെ ആ ഫ്രിഞ്ചസിൽ ഒന്നിലാണ്, തൊങ്ങലിൽ ടസിൽസിൽ ഒന്നിലാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടത്. മനസ്സിലായോ? ഈ തൊങ്ങൽ എന്തിനാ കാണിക്കുന്നത്? ദൈവവചനത്തിന്റെ നിർദ്ദേശങ്ങളെ, സകല കൽപ്പനകളും ഓർമ്മിക്കേണ്ടത്. അതുകൊണ്ടാണ് അവർ 613 കൽപ്പനകൾക്ക് പകരമായി 613 തൊങ്ങലുകൾ ഉണ്ടാക്കുക. ശ്രദ്ധിക്കൂ, രക്തസ്രാവക്കാരി തൊട്ടത് ഒരു കാശ്മീരി ഷോളിന്റെ ഊവൻ തൊങ്ങലിലാണെങ്കിലും ആ തൊങ്ങൽ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവവചനത്തെ ആകയാൽ അവൾ സ്പർശിച്ചത്, രക്തസ്രാവക്കാരി സ്പർശിച്ചത്, രോഗിയായവൾ സ്പർശിച്ചത്, ബാധിക്കപ്പെട്ടവൾ സ്പർശിച്ചത്, സകലവും ചിലവായി പോയവൾ സ്പർശിച്ചത്, കടഭാരമുള്ളവൾ സ്പർശിച്ചത്, വഴിയിലായി പോയവൾ സ്പർശിച്ചത്, ന്യായപ്രമാണത്തിന് പിടിക്കാൻ കഴിയാത്തവൾ സ്പർശിച്ചത് ദൈവവചനത്തിന്റെ പ്രതിനിധികളെയാണ്. ഇവിടെ 2 ദൂത് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോവാം. നീ ദൈവവചനത്തിന്റെ പ്രതിനിധിയാണോ? എങ്കിൽ നിന്നെ തൊട്ടാൽ മതി, അവൻ സൗഖ്യമായിരിക്കും. Are you the representation of the word of God? നിന്നെ തൊട്ടാൽ മതി, നിന്റെ തൊങ്ങൽ തൊട്ടാൽ മതി, നിന്റെ നിലടിച്ചാൽ മതി. നിന്റെ ശരീരത്തിൽ വീണ ഒരു റൂമായിരുന്നു പോലും നീ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഒരു കുപ്പി വെള്ളത്തിന്, നീ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഒരു തുള്ളി എണ്ണയ്ക്ക് സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങൾ എവിടെ നിന്ന് കേട്ടാലും നിങ്ങൾ ഇരിക്കുന്ന കംഫോർട്ട് ഇരുന്നോട് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ പറയുന്ന ദൈവവചനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യമോ സംശയമോ ഇപ്പോൾ ഉയരുന്നെങ്കിൽ വീട്ടിൽ പോയി നന്നായി പരിശോധിച്ചിട്ട് ആമീൻ പറഞ്ഞാൽ മതി. ഇത് UK നിന്നായതുകൊണ്ടോ ലണ്ടനിൽ നിന്നായതുകൊണ്ടോ ജെയിംസിന്റെ ശുശ്രൂഷ ആയതുകൊണ്ടോ ഒന്നും ആരും ഏറ്റെടുക്കണ്ട. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ വചനം പോലും അവർ ഏറ്റെടുത്തില്ല. വരവേക്കാം, അവർ വീട്ടിൽ പോയി അങ്ങനെ തന്നെ ഒന്ന് നോക്കി പരിശോധിച്ചിട്ടാണ് അവർ ഏറ്റെടുത്തത്. എന്നാൽ അവർ ദൈവവചനമായിരിക്കുന്നത് പോലെ തന്നെ ഏറ്റെടുത്തു. അത് അവരുടെ വിജയം.
ഇന്ന് പകൽ ഞാൻ ഒന്നാമത്തെ ദൂത് വിളിച്ചു പറയുന്നു, നീ വസ്ത്രത്തെ പ്രതിനിധീകരിച്ച നീ വലിയ ഷാളൊന്നും ആകണ്ട, നീ വലിയ റൂമാളൊന്നും ആകണ്ട, നീ ആ ദൈവവചനത്തിന്റെ തോങ്ങലായാ മതി, ദൈവവചനത്തിന്റെ ഒരു മുറിവചനമായാ മതി. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം നീ വിശ്വസിച്ചാൽ ആ തോങ്ങൽ രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കും. 2, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നീ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, നീ സകലവും ചെലവാക്കിയിട്ടിരിക്കുക, നീ സകലവും നഷ്ടപ്പെട്ടിട്ടിരിക്കുക, നീ ഏറിയ വൈദ്യന്മാരെ കണ്ടിട്ടിരിക്കുക, നിന്റെ രോഗത്തിന് മാത്രം കഴിഞ്ഞ 10 വർഷമായി 8 വർഷമായി യാതൊരു വിടുതലുമില്ല. നിന്നോട് ഒന്നാമത് വിളിച്ചു പറയുന്നു, ആശ നഷ്ടപ്പെടും മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിലേക്ക് മുറുകെ പിടിക്കൂ. ഒരു പ്രാവശ്യം കൂടെ. നൂറുകണക്കിന് ആയിരക്കണക്കിന് സൗഖ്യം കണ്ടിട്ടുള്ളതാണ് പാസ്റ്റർ വിജി, നൂറുകണക്കിന് ആയിരക്കണക്കിന് സൗഖ്യം കണ്ടിട്ടുള്ളതാണ് ഞാൻ. നിങ്ങളും അങ്ങനെയാണ്. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ സൗഖ്യം വെളിപ്പെടേണ്ടത് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? പൗലോസിന്റെ ശരീരത്തിൽ വലിയിട്ട റൂമാൽ വെളിപ്പെട്ട അതേ ദൈവശക്തി, പത്രോസിന്റെ നിഴലിൽ വെളിപ്പെട്ട അതേ ദൈവശക്തി, യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തോന്നലിൽ വെളിപ്പെട്ട അതേ ദൈവശക്തി വചനം കേൾക്കുകയും വിശ്വസിക്കുകയും അതിനെ പ്രമാണിക്കുകയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ഇപ്പോൾ എഴുന്നേറ്റ് ചാടിക്കൂടി കർത്താവിനെ ആരാധിക്കുക ചെയ്യുവാൻ നിങ്ങൾക്ക് ആത്മനിയോഗം ഏറ്റെടുക്കും. വചനം വിശ്വസിക്കുന്നത് ഡയബറ്റിക്കിനെയും പ്രഷറിനെയും കൊളസ്ട്രോളിനെയും കൂടെ അകത്ത് വെച്ച് പൊറപ്പിക്കാനല്ല. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും അവസാനത്തിലും 2 പ്രാവശ്യം ചട്ടവാറെടുത്ത് ആലയത്തെ വിശുദ്ധീകരിച്ചതായി കാണുന്നു. 2 പ്രാവശ്യം. ആലയത്തിൽ എങ്ങനെയാ വ്യാപാരി വന്നേ? ആലയത്തിൽ എങ്ങനെയാ നാണയത്തുട്ടുകളുടെ എക്സ്ചേഞ്ചുകാർ വന്നത്? മഹാപുരോഹിതനാകുന്ന അന്നാസും കയ്യഫാവും സന്നദ്ധി സംഘവും ലേവ്യന്മാരും പുരോഹിതന്മാരും അധ്യക്ഷന്മാരും മേലാളന്മാരും അനുവദിച്ചപ്പോഴാ വന്നത്. ശ്രദ്ധിക്കൂ. നിന്റെ ശരീരമാകുന്ന ആലയത്തിൽ, നിന്റെ മനസ്സാകുന്ന ആലയത്തിൽ, നിന്റെ ആത്മാവാകുന്ന ആലയത്തിൽ എപ്പോഴാ വ്യാപാരം വരുന്നത്? നീ അനുവദിക്കപ്പെടാ വരുന്നത്. അറിഞ്ഞോ അറിയാതെയോ നീ അനുവദിച്ച ഒരു വ്യാപാരമാ. ഇന്നു മകൾ ചാട്ടവാറെടുത്ത് പീഠങ്ങളെ തലതിരിച്ചിട്ട് നാണയത്തുട്ടുകളെ തൂങ്ങിക്കളഞ്ഞ് പ്രാക്കുകളെ പറത്തിവിട്ട് നീ ആരെയും നിശ്ചയിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് നീ കിടക്കുമ്പോൾ ഈ മീറ്റിംഗ് തീരുമാനങ്ങൾ ആത്മാവിന്റെ അഭിഷേകത്താൽ ഒരു സ്പർശനം ഉണ്ടായിട്ട് ദുരാത്മകങ്ങൾ വിട്ടുമാറും, രോഗാത്മാക്കൾ വിട്ടുമാറും, രോഗാണുക്കൾ വിട്ടുമാറും. വിശ്വസിക്കാൻ ദൈവത്തിന്റെ ഒത്തിരി വചനമൊന്നും വേണ്ട. ദൈവത്തിന്റെ ദാനമായി നിങ്ങളുടെ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ വിശുദ്ധരാണെന്നും വിലയുള്ളവരാണെന്നും അറിയുവിൻ. അറിയൂ. ഡയബറ്റിക്കിനും കൊളസ്ട്രോളിനും ക്യാൻസറിനും ഫൈബ്രോയിഡിനും ബ്ലഡ് പ്രഷറിനും ഗൗട്ടിനും തൈറോയിഡിനും സോറിയാസിസിനും എക്സിമയ്ക്കും ഇരിക്കാനുള്ള ഒരു അല്ല നീ, പൈശാചിക ദൗത്യം കൂടിയല്ല നീ, ദൈവത്തിന്റെ തേജസ്സേറിയ ആലയമാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ സകല കൽപ്പനകളെ പ്രമാണിക്കും. പഴയ നിയമത്തിൽ 613 ഉള്ളൂ. ദൈവത്തിൽ ആയിരക്കണക്കിന് കൽപ്പനകൾ, ആഴമേറിയ കൽപ്പനകൾ. ദൈവത്തെ സ്നേഹിച്ചതിനെ പ്രമാണിക്കാൻ നീ റെഡിയാണോ? നിന്റെ ശരീരത്തിൽ ഒരു രോഗാണും ഒരു രോഗാത്മാവും ഇരിക്കത്തില്ല. നിന്റെ ശരീരത്തിൽ ഒരു സംശയവും ഒരു ഭീരത്വവും ഇനി തുടരുകയില്ല. നിന്റെ മനസ്സിൽ ഒരു ഭയവും ഒരു അസ്ഥിരതയും ഇരിക്കുകയില്ല. നിന്റെ ഹൃദയത്തിൽ ഒരു ആകുലതയും ഒരു വ്യാകുലതയും ഇരിക്കുകയില്ല. നാളേക്കായി നീ ഭാരപ്പെടുകയില്ല. ഒരു സ്തോത്രം ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ പോവുകയാണ്. അല്പനേരം നിങ്ങൾ ആത്മാവിൽ പ്രവർത്തിക്കൂ. Can we go for a song? വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തുയേശുവിൻ നാമത്തിനാൽ
കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. തുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. മുഴന്നുള്ളവർ കുതിച്ചുയരും, ഇവരെല്ലാം സ്തുതി മുഴക്കും. മുഴന്നുള്ളവർ കുതിച്ചുയരും, ഇവരെല്ലാം സ്തുതി മുഴക്കും. ഇന്നിത പാത്രമേകാം, നമ്മെ നായകൻ കൈവിടുമോ? ഇന്നിത പാത്രമേകാം, നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, ഇരുകരങ്ങൾ നമ്മോടിരിക്കും. 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 അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാമോ? അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവാം ദൈവം വസിക്കുന്ന ഒരു മന്ദിരമായി, പുത്രനാം യേശു വസിക്കുന്ന ഒരു മന്ദിരമായി, പരിശുദ്ധ റൂഹായി വസിക്കുന്ന ഒരു മന്ദിരമായി നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നുണ്ട്. യെശയ്യാവ് പറയുന്ന പോലെ അവന്റെ തേജസ്സിന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നതായി വിശ്വസിക്കുക. ആലയം, നിങ്ങളുടെ ശരീരമാകുന്ന ആലയം ദൈവ തേജസ്സിനാൽ, ദൈവ വചനത്തിന്റെ തേജസ്സിനാൽ നിറഞ്ഞിരിക്കുന്നതായി വിശ്വസിക്കുക. ഇപ്പോൾ ആന്തരിക അവയവങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന സകല ഫൈബ്രോയിഡുമാരുടെ every internal growth, രോഗാണുക്കളും രോഗാത്മാക്കളും വിട്ടുമാറട്ടെ. സർജറിക്ക് വെച്ചത്, ഡേറ്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഇന്റേണൽ ഓർഗൻസിൽ ക്രോൺസ് പോലെ, ഉടലിൽ അൾസർ ബാധിച്ചതുപോലെ, ക്രോൺസ് പോലെ, കോളൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ യേശു കർത്താവ് എടുത്തു മാറ്റുന്നു. ആന്തരിക കിഡ്നി, കരൾ, ലങ്സ് കർത്താവ് സ്പർശിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആന്തരിക വളർച്ചകൾ, ക്യാൻസർ പോലുള്ള വളർച്ചകൾ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. യേശു കർത്താവ് തേജസ് നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇപ്പോൾ വ്യാപരിച്ചു നിൽക്കുന്ന സകല ആത്മാക്കളെയും രോഗാണുക്കളെയും നിങ്ങൾ തന്നെ അടിച്ചു പുറത്താക്കും. ഞാൻ പൈശാചിക രോഗ അണുക്കളുടെ ഒരു ചവിട്ടുകൂനയല്ല, പൈശാചിക രോഗാത്മാക്കളുടെ ഒരു ചവറുകൂനയല്ല. ഞാൻ ദൈവാലയമാണ്, ദൈവ തേജസ്സിന്റെ മന്ദിരമാണ്. ബാഹ്യ അവയവങ്ങളിൽ, നിങ്ങളുടെ രക്തത്തിൽ, നിങ്ങളുടെ മസിൽസിൽ, കോശങ്ങളിൽ, അസ്ഥികളിൽ, മജ്ജകളിൽ, കാർട്ടിലേജിൽ, ജോയിന്റ്സുകളിൽ വ്യാപരിക്കുന്ന രോഗങ്ങളെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. സകല സിസ്റ്റവും ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്കിൻ സിസ്റ്റം, മസിൽ സിസ്റ്റം, സെൽ സിസ്റ്റം, സിസ്റ്റം ഓഫ് കാർട്ടിലേജ്, സിസ്റ്റം ഓഫ് ബോൺസ്, സിസ്റ്റം ഓഫ് മാരോ, blood systems, vein systems, system of arteries, system of nerves, സകല chemical systems, internal organic systems ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇത്തിൻ കണ്ണി പോലെ, കളാവ് പോലെ പിടിച്ചു നിൽക്കുന്ന രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിർമ്മാർജ്ജനം ചെയ്ത് പ്രവർത്തിക്കുന്നു. ഞാൻ ദൈവമന്ദിരമാകുന്നുവെന്നും ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവും യേശു എന്ന ദൈവപുത്രനും പിതാവ് എന്ന ദൈവ മഹത്വം എന്റെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന നിന്റെ
രോഗത്തിന് ഇടമില്ല. പ്രാണനിൽ വ്യാപരിക്കുന്ന, മനസ്സിൽ വ്യാപരിക്കുന്ന സംശയങ്ങൾ, ഭയം, ഇരുമനസ്സുകൾ, കള്ളം പറയുന്ന സ്പിരിറ്റ്, ഹോസ്റ്റ് പറയുന്ന സ്പിരിറ്റ്, spirit of execration, spirit of slandering, spirit of backbiting, doubt വിട്ടുമാറട്ടെ, sorrow വിട്ടുമാറട്ടെ, anxiety വിട്ടുമാറട്ടെ, fear വിട്ടുമാറട്ടെ, ഭയവും സംശയവും ആകുലതയും ദൈവമില്ലാത്ത ദുഃഖവും വിട്ടുമാറട്ടെ. മനസ്സിപ്പോൾ സൗഖ്യമാകട്ടെ. ഹൃദയത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ളതിനാൽ മനസ്സ് സൗഖ്യമാകട്ടെ. ആത്മാവിപ്പോൾ ക്ലീൻ ആകട്ടെ. പിതൃ പുത്ര പരിശുദ്ധ പ്രിയകനാം ദൈവം വസിക്കുന്ന ആത്മാവും ശരീരവും പ്രാണനുള്ള വ്യക്തിയായ ഈ ദൈവകുഞ്ഞുങ്ങൾ മാറട്ടെ. കർത്താവിന്റെ മക്കളെ സൗഖ്യമാക്കിയിരിക്കുന്ന നന്ദി. ഭാവി ഏറ്റവും ഭാസുരമാകട്ടെ. ഈ ദൈവത്തിനെ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ദൈവം ഏറ്റെടുക്കട്ടെ. തേജസ്സേറിയ ദൈവിക മണ്ഡലങ്ങളിലേക്ക് അവർ മുന്നോട്ട് പോകട്ടെ. കർത്താവിന്റെ ദാസൻ ബിജിയെയും ഈ നീരുറവയുടെ മിനിസ്ട്രിയുടെ പിന്നിൽ നിൽക്കുന്ന എല്ലാ ദൈവത്തിന്മാരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ ശുശ്രൂഷ അനുഭവിച്ച, ശുശ്രൂഷിക്കാൻ പോകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും, ശുശ്രൂഷ അനുഭവിക്കാൻ പോകുന്ന ദൈവകുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ വീഡിയോ തുടർമാനമായി കാണുവാൻ പോകുന്ന എല്ലാ മക്കളെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൊറോണയുടെ ഭീതി വിട്ടുമാറട്ടെ. ഭാവി ആശങ്ക വിട്ടുമാറട്ടെ. വാഹന അപകട ഭീതി വളരെ കർശനമായി ദൈവം വാഹന അപകട ഭീതി ഇതിനെ വിട്ടുമാറുന്നു. കർത്താവിന്റെ സത്യമാകുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് us. നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലസ് യു.